അവർക്ക് ക്ഷീണമൊക്കെ മാറിയോ? ഫ്രഷായോ? ഫ്രഷായിട്ട് നമുക്ക് തുടങ്ങാലോ ആനിമൽ കിങ്ഡം. ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ ഓടാനുണ്ടാവുമല്ലോ അല്ലേ? 11 ഫയൽ നമുക്ക് പറഞ്ഞു തീർക്കണം. അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ആനിമൽ കിങ്ഡം. ഇതിനകത്ത് തന്നെ മെയിനായിട്ടും പഠിക്കാനുള്ള ഫൈലത്തിൻ്റെ കാര്യം അല്ലേ? എത്ര ഫൈലുണ്ട്? 11 ഫൈലംസ് ഉണ്ട്. ഈ ഫൈലംസ് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് തുടക്കം കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് അല്ലേ? ഓരോ ഫൈലത്തിൻ്റെ ഓരോ ക്യാരക്ടറുകൾ, ചില പേരുകൾ വെച്ച് ഡിപ്ലോപ്ലാസ്റ്റിക്, ട്രിപ്ലോപ്ലാസ്റ്റിക് അല്ലേ? സീലോമേറ്റ് എന്നൊക്കെ പറയൂലേ? അപ്പോൾ അതെന്താണെന്ന് അറിഞ്ഞാൽ നമുക്ക് തുടക്കം എന്ത് ചെയ്യാം? എളുപ്പമായിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ ആദ്യത്തെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കുറച്ച് പഠിക്കുന്നത്. ആനിമൽസിനെ എന്തിൻ്റെ എല്ലാം ബേസിസിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്തിരിക്കുന്നു? എന്തിൻ്റെ എല്ലാം ബേസിസിലായിരിക്കും ആനിമൽസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിരിക്കുന്നത്? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഒരു ഓർഗനൈസേഷൻ്റെ കാര്യം പറഞ്ഞിരുന്നു, സെല്ലുലാർ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു അല്ലേ? അതാണ് നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്ന ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ആനിമൽ ക്ലാസിഫിക്കേഷനിൽ ഫസ്റ്റ് പറയുന്നതാണ് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ആദ്യത്തെ ലെവൽ ഏതാണ്? സെല്ലുലാർ ലെവൽ. അതായത് സെൽസ് കൂടി ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു? ഒരു ഓർഗാനിസമായിട്ട് ഫോം ചെയ്യുന്നു. ചില ഓർഗാനിസം സെൽസും കൊണ്ട് മാത്രമുള്ളവയുണ്ട്, അതാണ് കേട്ടോ. രണ്ടാമത്തെ ഏതായിരിക്കും? ടിഷ്യൂസ് കൂടിച്ചേർന്ന്, അതായത് സെൽസ് കൂടിച്ചേർന്ന് എന്ത് ഫോം ചെയ്യുന്നു? ടിഷ്യൂ ആകുന്നു. അങ്ങനെ രണ്ടാമത്തെ ലെവലാണ് ടിഷ്യൂ ലെവൽ ഓർഗനൈസേഷൻ. മൂന്നാമത്തെ ഏതായിരിക്കും? ഓർഗൻ ലെവൽ ഓർഗനൈസേഷൻ. ടിഷ്യൂസ് കൂടിച്ചേർന്ന് എന്ത് ഫോം ചെയ്യുന്നു? ഓർഗൻസ് ഫോം ചെയ്തിട്ട് അങ്ങനെ ഒരു ഓർഗാനിസം. നെക്സ്റ്റ് ഓർഗൻ സിസ്റ്റം ലെവൽ. നമ്മളേതാ? ഓർഗൻ സിസ്റ്റം ലെവൽ. അപ്പം അതിനെല്ലാം ആദ്യം ഒരു എക്സാമ്പിളും പഠിക്കണം. ഫസ്റ്റത്തെ സെൽസ് കൂടി ചേർന്ന് ഏതായിരിക്കും അതിന് എക്സാമ്പിൾ വരുന്നത്? സ്പോഞ്ചസ് എക്സാമ്പിളായിട്ട് പറയാം. അതായത് ഇനി ഈ സ്പോഞ്ചസ് എന്നുള്ള ഇതൊക്കെ പേരൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് ഫൈലം പോറിഫെറ എന്ന് പറയുക. അപ്പോൾ നമുക്കത് കുറച്ചുകൂടെ മൈൻഡിൽ നിൽക്കാനായിട്ട് എളുപ്പമുണ്ടാവും. ഫസ്റ്റത്തെ സെല്ലുലാർ ലെവൽ വരുമ്പോൾ ഫസ്റ്റ് വരുന്നതാണ്, അതിന് എക്സാമ്പിളാണ് ഫൈലം പോറിഫെറ. മനസ്സിലായല്ലോ? രണ്ടാമത്തെ ടിഷ്യൂ ലെവൽ വരുമ്പോഴോ നിഡേറിയൻസ്, ടീനോഫോഴ്സ് ഒക്കെയാണ് എക്സാമ്പിളായിട്ട് വരുന്നത്. ജസ്റ്റ് നമുക്ക് പറഞ്ഞു പോകാം കേട്ടോ. അടുത്തത് ഓർഗൻ ലെവൽ വരുമ്പോൾ നമ്മുടെ പ്ലാറ്റി ഹെൽമിന്തസ്. ഓർഗൻ സിസ്റ്റം ലെവൽ വരുമ്പോൾ ഏതാണ്? നമ്മുടെ ആഷെൽമിന്തസ് മുതൽ കോഡേറ്റ വരെയുള്ള എല്ലാവരും ഏതിൽ ഉൾപ്പെടും? ആ ഓർഗൻ സിസ്റ്റം ലെവലിൽ വരും. അപ്പോൾ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ഏതൊക്കെയാണ്? സെല്ലുലാർ, ടിഷ്യൂ, ഓർഗൻ സിസ്റ്റം ലെവൽ. കിട്ടിയോ? എക്സാമ്പിൾ ആയിരിക്കില്ലേ കിട്ടാത്തയുള്ളൂ. ബാക്കി പോയിന്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. അടുത്തത് നെക്സ്റ്റ് ഏതാണ് വരുന്നത് എന്ന് പറഞ്ഞു നോക്കിയേ. ഏതെല്ലാം രീതിയിൽ അതിനെ ക്ലാസിഫൈ ചെയ്തതിൽ അടുത്തത് എങ്ങനെ വരാം? നമ്മൾ കേട്ടിട്ടില്ലേ എന്താണ്? ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം, കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അപ്പോൾ ആ രീതിയിൽ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ബേസിസിലും ഒരു ആനിമലിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. എന്താ ഇൻകംപ്ലീറ്റും കംപ്ലീറ്റും? ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? പറഞ്ഞേ. ഒരു ഓപ്പണിങ്. ശരിയാ. ഒരു കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിന് 2 ഓപ്പണിങ് വരും. ഒരു മൗത്ത് ഏനസ് എന്ന് പറഞ്ഞാൽ 2 ഓപ്പണിങ് വരികയാണെങ്കിൽ അതിന് എന്തുണ്ടാകും? ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ടാവും. അപ്പോൾ ഇൻകംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് കിട്ടുമല്ലോ. ഇൻകംപ്ലീറ്റിന് എത്ര ഓപ്പണിങ് ഉണ്ടാവും? ഒരേ ഒരു ഓപ്പണിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനെയാണ് ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ 2 ക്ലാസിഫിക്കേഷൻ ആയില്ലേ? ലെവൽ ഓഫ് ഓർഗനൈസേഷനായി, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ബേസിസിലുള്ളതായി. നെക്സ്റ്റ് ആണ് സർക്കുലേറ്ററി സിസ്റ്റം. ഏതായിരിക്കും? ഏതൊക്കെ സർക്കുലേറ്ററി സിസ്റ്റം ഉള്ളത്?
രണ്ട് തരത്തിലുള്ള സർക്കുലേറ്ററി സിസ്റ്റം വരുന്നുണ്ട്. ഏതൊക്കെയാണ്? ഓപ്പൺ സിസ്റ്റവും അടുത്ത ഏതാണ്? ക്ലോസ്ഡ് സിസ്റ്റവും. എന്താണ് ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓപ്പൺ ടൈപ്പ് സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഓർക്കണ്ടോ? അതായത് നമ്മുടെ ബോഡിയിൽ എങ്ങനെയായിരിക്കും? ഓപ്പൺ ആയിരിക്കുമോ ക്ലോസ്ഡ് ആയിരിക്കുമോ? ക്ലോസ്ഡ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ക്ലോസ്ഡ് ആണെന്ന് പറയാനുള്ള കാരണം? നമ്മുടെ ബ്ലഡ് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഓർഗൻസിലേക്ക് അങ്ങോട്ട് പാസ് ചെയ്യുകയാണോ ചെയ്യുന്നത്? അതെന്ത് ചെയ്യാം? വെയിൻസ് ഉണ്ട് അല്ലേ, ആർട്ടറീസ് ഉണ്ട്, അതിലെല്ലാം കൂടി ആയിട്ടാണ് ബ്ലഡ് പാസ് ചെയ്ത് പോകുന്നത്. അതേസമയം ഡയറക്റ്റ് ആയിട്ട് ബ്ലഡ് പാസ് ചെയ്ത് പോകുന്ന ആ രീതിക്കാണ് ഓപ്പൺ ടൈപ്പ് സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. കിട്ടിയോ? ക്ലോസ്ഡ് ടൈപ്പ് എന്ന് പറയുമ്പോൾ ബ്ലഡ് പാസ് ചെയ്യുന്ന എപ്പോഴും വെയിൻസിലൂടെയും ആർട്ടറീസിലൂടെയും ഒക്കെ ആയിട്ട് നമ്മുടെ ബോഡിയിൽ എന്താണോ നടക്കുന്നത് അതാണ് ക്ലോസ്ഡ് ടൈപ്പിൽ കിട്ടുന്നത്. രണ്ടും മനസ്സിലായോ? അപ്പോൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം? ആദ്യം പറഞ്ഞത് നമ്മൾ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ പറഞ്ഞു, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ കാര്യം പറഞ്ഞു, ഇപ്പോൾ സർക്കുലേറ്ററി സിസ്റ്റം പറഞ്ഞു. ഡൗട്ട് ഇല്ലല്ലോ? നെക്സ്റ്റ് ആണ് നമ്മുടെ സിമ്മട്രി. ഓർക്കണ്ടോ സിമ്മട്രി എന്താണെന്ന്? എന്നാ സിമ്മട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സിമ്മട്രി എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മയിൽ വരുന്നത് എന്താ? എന്തായിരിക്കും? എത്ര തരത്തിലുള്ള സിമ്മട്രി ഉണ്ട്? ഏതെങ്കിലും ഒരു സിമ്മട്രിയുടെ കാര്യം പറഞ്ഞേ. അസിമ്മട്രി, റേഡിയൽ സിമ്മട്രി, ബൈലാറ്ററൽ സിമ്മട്രി. ഏതെങ്കിലും ഓർക്കണ്ടോ? ഓർമ്മയുള്ളോ പറഞ്ഞേ. എന്താ അസിമ്മട്രിക്കൽ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? സിമ്മട്രി ആബ്സെൻ്റ് ആയിട്ട് വരുന്നവ. അതേസമയം റേഡിയൽ സിമ്മട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയൽ എന്തായിരിക്കും? പറഞ്ഞേ. ഒരു ആക്സിസിലൂടെ ബോഡിയെ നമ്മൾ ഏത് രീതിയിൽ കട്ട് ചെയ്താലും എന്തായിട്ട് വരും? നമുക്ക് കറക്റ്റായ രീതിയിൽ നമുക്ക് അതിന് മുറിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ബോഡി കട്ട് ചെയ്യാണ്. എങ്ങനെ നമ്മുടെ ബോഡീനെ കട്ട് ചെയ്യാം? നമ്മുടെ ബോഡിയിൽ വരുന്ന സിമ്മട്രി ഏതായിരിക്കും? ഈക്വൽ പാർട്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഓർഗാനിസത്തിനെ കട്ട് ചെയ്യുകയാണ്. കട്ട് ചെയ്യുമ്പോൾ സെൻട്രൽ ആക്സിസിലൂടെ ഏത് പ്ലെയിനിലേക്ക് കട്ട് ചെയ്താലും ഈക്വൽ ആയിട്ട് കിട്ടുകയാണെങ്കിൽ അത് നമുക്ക് റേഡിയൽ സിമ്മട്രി ആണെന്ന് പറയാം. അതേസമയം സെൻട്രൽ ആക്സിസിലൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ഈക്വൽ ഹാഫ്സ് കിട്ടുന്ന രീതിയിലുള്ള സിമ്മട്രിയാണ് നമ്മുടെ സിമ്മട്രി വരുന്നത്. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു തട്ട് കൊടുത്താൽ നമ്മളിങ്ങനെ നടുവേ അങ്ങോട്ട് പൊളിഞ്ഞു വരും. ആ രീതിയാണ്. ആ സിമ്മട്രിക്ക് എന്താ പേര് പറയുന്നതെന്ന് അറിയോ? ബൈലാറ്ററൽ സിമ്മട്രി എന്നാണ് അതിനെ പറയുന്നത്. സംഭവം മനസ്സിലായോ? അപ്പോൾ അസിമ്മട്രി എന്തായിരിക്കും? സിമ്മട്രി ആബ്സെൻ്റ് ആവുന്നത്. എങ്ങനെയൊക്കെ നിവർത്തി പിടിച്ച് അല്ലെങ്കിൽ വലിച്ചു പിടിച്ച് കട്ട് ചെയ്താലും ഈക്വൽ ആയിട്ടുള്ള പാർട്സ് കിട്ടാത്തവയാണ് അസിമ്മട്രിക്കൽ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? സ്പോഞ്ചസ്. എന്തൊക്കെ ചെയ്താലും അതിന് ഈക്വലായിട്ട് ഹാഫ്സ് കിട്ടില്ല. മനസ്സിലായോ? സിമ്മട്രി എന്താണെന്ന് കിട്ടിയോ? 3 പേരെങ്കിലും കിട്ടിയല്ലോ. അസിമ്മട്രി, റേഡിയൽ സിമ്മട്രി, ബൈലാറ്ററൽ സിമ്മട്രി. ഓക്കെ ആയല്ലോ? അപ്പോൾ അസിമ്മട്രിക്ക് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു സ്പോഞ്ചസ്. ഇനി റേഡിയൽ സിമ്മട്രി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കേൾക്കുമ്പോൾ എക്സാമ്പിൾ കിട്ടിയില്ല എന്നോർത്ത് ടെൻഷൻ ആവണ്ട, അതായിക്കോളും. മനസ്സിലായല്ലോ? റേഡിയൽ സിമ്മട്രി വരുന്നതാണ് നമ്മുടെ സീലിൻട്രേറ്റ, ടീനോഫോറ അങ്ങനെയുള്ള സംഗതികളിലൊക്കെ ഏതാണ് വരുന്നത്? റേഡിയൽ സിമ്മട്രിയാണ്. അതേസമയം ബൈലാറ്ററൽ സിമ്മട്രി വരുന്ന നമ്മുടെ വെർട്ടിബ്രേറ്റ്സിലെല്ലാവരിലും തന്നെ ബൈലാറ്ററൽ സിമ്മട്രിയാണ്. പിന്നെ കുറച്ച് ഇൻവെർട്ടിബ്രേറ്റ്സിലും കൂടി ബൈലാറ്ററൽ സിമ്മട്രി വരുന്നുണ്ട്. സിമ്മട്രിയുടെ കാര്യം കിട്ടിയോ? മനസ്സിലായോ? പേരെങ്കിലും കിട്ടുമ്പോൾ ഒന്ന് ഓർമ്മ വരുന്നുണ്ടോ നിങ്ങൾക്ക്? അടുത്തതാണ് ഡിപ്ലോബ്ലാസ്റ്റിക്, ട്രിപ്ലോബ്ലാസ്റ്റിക്. ഓർമ്മയുണ്ടോ ഡിപ്ലോബ്ലാസ്റ്റിക്കും ട്രിപ്ലോബ്ലാസ്റ്റിക്കും ഒക്കെ? എന്തെങ്കിലും ഒരു ഐഡിയ? ഡിപ്ലോബ്ലാസ്റ്റിക് ഓർഗനൈസേഷൻ, ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗനൈസേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് വരുമല്ലോ. അതായത് ഒരു എംബ്രിയോ എന്ന് പറഞ്ഞുമ്പോൾ ഒരു പിക്ചർ മനസ്സിൽ വരുന്നുണ്ടോ? നമ്മുടെ ഒരു അമ്മയുടെ വയറ്റിലായിരിക്കുന്ന ടൈമിൽ, അതായത് ഫസ്റ്റ് മന്തൊക്കെ വരുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും?
എന്താ പറയുന്നത്, ഒരു കടുകുമണിയോളം എന്നൊക്കെ പറയില്ലേ അല്ലേ? അതായത് നമ്മൾ ഒരു അമ്മയുടെ വയറ്റിൽ ഫോം ചെയ്ത് കഴിയുമ്പോൾ, ഒരു എംബ്രിയോ ഫോം ചെയ്താൽ അതിനെ കവർ ചെയ്തുകൊണ്ട് ഒരുപാട് ലെയറുകൾ ഉണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് പ്രൊട്ടക്ഷൻ നൽകാൻ വേണ്ടിയിട്ടും ആ ഓരോ ലെയറിൽ നിന്ന് ഓരോ ഓർഗൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. പറയണ കാര്യം മനസ്സിലാവണ്ടോ നിങ്ങൾക്ക്? അങ്ങനെ ആ കുറേ ലെയറുകൾ ഉണ്ടാവും. അതിൻ്റെ അകത്തൊരു 3 ലെയറിൻ്റെ പേര് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. എക്ടോഡേം, എൻഡോഡേം, മീസോഡേം കേട്ടിട്ടുണ്ടാവുമല്ലോ. ഈ 3 ലെയറുകളൊക്കെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ എംബ്രിയോനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലെയറുകളാണ്. ഈ ലെയറുകളുടെ ബേസിൽ എന്താണ്, ആനിമൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആ രീതിയാണ് ട്രിപ്ലോബ്ലാസ്റ്റിക്കും ഡിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്. മനസ്സിലായോ ഇപ്പോൾ എന്താണെന്ന്? അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുകയാണ് ഡിപ്ലോബ്ലാസ്റ്റിക്. ഡിപ്ലോ എത്ര ലെയർ ഉണ്ടാവും? ഇതിൻ്റെ അകത്ത് 2 ലെയേഴ്സേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏതൊക്കെ ലെയറുകളായിരിക്കും ഒന്ന് ഓർത്ത് നോക്കിക്കേ. എക്ടോഡേം, എൻഡോഡേം, മീസോഡേം. ഇങ്ങനെ 3 ലെയറുകളാണെന്ന് വിചാരിച്ചു. ഇനി നടുക്കൊരു എംബ്രിയോ കേട്ടോ. ഇത് ഏതായിരിക്കും ഏറ്റവും അകത്ത് വരുന്ന ലെയർ? ഏതാ? ഏതാ? എൻഡോഡേം ആണോ എക്ടോഡേം ആണോ? എൻഡോഡേം. നടുക്ക് വരുന്ന ഏതായിരിക്കും? മീസോഡേം. ഏറ്റവും പുറമേ ആയിട്ട് വരുന്നത് എക്ടോഡേം ആയിട്ട് വരും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ഡിപ്ലോബ്ലാസ്റ്റിക് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അല്ലേ? ഡിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ 2 ലെയറുകളാണ് വരുള്ളൂ. ഏറ്റവും പുറമേ ഉള്ള ലെയറും ഏറ്റവും ഉള്ളിലുള്ള ലെയറും പ്രസൻ്റ് ആയിട്ട് വരും. നടുക്കായിട്ടുള്ള മീസോഡേം ഉണ്ട്, പക്ഷെ അത് എന്തായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. നമുക്കതൊരു ഡിഫറൻഷ്യേറ്റ് ചെയ്ത് അതൊരു ലെയറായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഒരു അൺഡിഫറൻഷ്യേറ്റഡ് ലെയർ ആയിട്ടാണ് നമുക്ക് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഈ അതായത് അൺഡിഫറൻഷ്യേറ്റഡ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഈ ലെയറിനെ നമ്മളൊരു പേര് വിളിക്കും, മീസോഗ്ലിയ എന്ന് വിളിക്കും. എന്താണ് വിളിക്കുന്നത്? അൺഡിഫറൻഷ്യേറ്റഡ് ലെയറിനെ വിളിക്കുന്ന പേരാണ് മീസോഗ്ലിയ. ആ നടുക്ക് അങ്ങനെ മീസോഗ്ലിയ കാണുന്നതുകൊണ്ടാണ് അതിനെ എന്തെന്ന് വിളിക്കുന്നത്? ഡിപ്ലോബ്ലാസ്റ്റിക് ഓർഗനൈസേഷൻ എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ട്രിപ്ലോബ്ലാസ്റ്റിക് എന്തായിരിക്കും? 3 ലെയറുകളും പ്രസൻ്റ് ആയിട്ടുള്ളതിനാണ് ട്രിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. അതായത് എക്ടോഡേമും എൻഡോഡേമും മീസോഡേമും എന്തായിരിക്കും? പ്രസൻ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നതിനാണ് ട്രിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അത് എന്തിൻ്റെ ബേസിലാണ്? ഈ ലെയറുകളുടെ ബേസിലാണ്, അതിനെ ജേം ലെയേഴ്സിൻ്റെ ബേസിസിലാണ് അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഡിപ്ലോബ്ലാസ്റ്റിക് ആനിമൽ, ട്രിപ്ലോബ്ലാസ്റ്റിക് ആനിമൽ എന്ന് പറയുമ്പോൾ സംഗതി എന്താണെന്ന് നമ്മുടെ മനസ്സിൽ കണ്ടോളണം. മനസ്സിലായോ? കിട്ടിയ കാര്യം എന്താണെന്ന്? അപ്പോൾ ഏതൊക്കെ പറഞ്ഞു? ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ഡൈജസ്റ്റീവ് സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം, സിമ്മട്രി, ജേം ലെയേഴ്സിൻ്റെ കാര്യം പറഞ്ഞു. നെക്സ്റ്റ് ആണ് സീലോം. എന്താണ് സീലോം എന്ന് പറഞ്ഞാൽ? ബോഡി ക്യാവിറ്റീനെയാണ് സീലോം എന്ന പേര് വിളിക്കുന്നത് അല്ലേ? എന്താണ് സീലോം പറഞ്ഞേ? അപ്പോൾ സീലോമേറ്റിൽ തന്നെ നമുക്ക് എന്തൊക്കെ രീതിയിൽ പറയാം? നമുക്കതിനെ സീലോമേറ്റ്, സ്യൂഡോ സീലോമേറ്റ്. സീലോമേറ്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? സീലോം ആബ്സെൻ്റ് ആയിട്ടുള്ളവയാണ് സീലോമേറ്റ് എന്ന് പറയുന്നത്. സ്യൂഡോ സീലോമേറ്റ് എന്ന് പറഞ്ഞാലോ? ഇപ്പോൾ നമ്മൾ എക്ടോഡേം, എൻഡോഡേം, മീസോഡേം എന്ന് പറഞ്ഞല്ലോ. അതിനകത്ത് നടുക്കത്തെ ലെയറാണ് നമ്മുടെ മീസോഡേം. ആ മീസോഡേം കാണപ്പെടുന്നത്, ഈ ലെയറുകൾ കാണപ്പെടുന്നത് സ്കാറ്റേഡ് പൗച്ചസ് ആയിട്ടായിരിക്കും. അതായത് ഇടവിട്ട് ഇങ്ങനെ പൗച്ചസ് ആയിട്ട് കാണപ്പെടുന്നതിനാണ് നമ്മൾ സ്യൂഡോ സീലോമേറ്റ് എന്ന് വിളിക്കുന്നത്. നമ്മൾ നല്ല ഈ മൈക്രോസ്കോപ്പിലൂടെയൊക്കെ ഈ സംഭവങ്ങളെയൊക്കെ ഒന്ന് കാണണം. എന്ത് ഭംഗിയാണെന്നറിയാമോ ഈ സ്കാറ്റേഡ് പൗച്ചസിനെയൊക്കെ കാണാനായിട്ട്. അതായത് നിങ്ങൾ BSc ഒക്കെ എടുത്ത് സുവോളജി ഒക്കെ എടുത്ത് പഠിക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും മറക്കില്ല. ഇത്ര ഭംഗിയാണ് ഈ സ്കാറ്റേഡ് പൗച്ചസ് ആയിട്ട് അവയെ കാണുന്നത്, ബോഡി ക്യാവിറ്റീനെ കാണുന്നത് കേട്ടോ. കിട്ടിയപ്പോൾ ഏതാന്നാ?
കിട്ടിയില്ലോ? അപ്പോൾ സീലോം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ബോഡി ക്യാവിറ്റി. പ്രധാനമായിട്ടും 3 തരത്തിലാണ് വരുന്നത്. എ സീലോമേറ്റ്, സീലോമേറ്റ്, സ്യൂഡോസീലോമേറ്റ്. സീലോമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി ക്യാവിറ്റി പ്രസന്റ് ആയിട്ട് വരുന്നത്. എ സീലോമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി ക്യാവിറ്റി ആബ്സെന്റ് ആയിട്ട് വരുന്നവർ. സ്യൂഡോസീലോമേറ്റ് എന്ന് പറഞ്ഞാൽ മീസോഡേം എന്തായിട്ടായിരിക്കും കാണുന്നത്? സ്കാറ്റേഡ് പൗച്ചസ് ആയിട്ട് കാണുന്നവയാണ് സ്യൂഡോസീലോമേറ്റ് എന്ന് പറയുന്നത്. കിട്ടിയോ? അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായി പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ആണ് സെഗ്മെൻറ്റേഷൻ. എന്താ സെഗ്മെൻറ്റേഷൻ? ഒരു എക്സാമ്പിൾ പറഞ്ഞേ സെഗ്മെൻറ്റേഷന്. സെഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഒരു ഓർഗാനിസം ഏതാ? ബോഡി സെഗ്മെൻ്റ് ആയിട്ട് കാണുന്നത്. കേട്ടില്ല? എർത്ത് ബോഡി ഓരോ സെഗ്മെൻറ്റാ. സ്ട്രക്ചറൽ ഓർഗനൈസേഷനിലുണ്ടല്ലോ, നമ്മൾ എർത്ത് വേമിനെ നേരത്തെ പഠിക്കാനുണ്ടായിരുന്നു. പൊന്നു പിള്ളേരെ പറഞ്ഞാൽ തീരുമില്ല. ഒരു 100 സെഗ്മെൻറ്റെങ്കിലും വരും ഒരു എർത്ത് വേമിന്. അതിൻ്റെ ഓരോന്നിലും ഉണ്ടാവും ഓരോരോ സംഘം, എന്തെങ്കിലും ഒരു പാർട്ട് ഉണ്ടാവും. 100 സെഗ്മെൻറ്റ് ഒരു ക്ലാസ്സിൽ പറഞ്ഞ് തീർക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ചില്ലറ കാര്യമാണെന്നോ? ആ സാധനം ചെറുതാണെങ്കിലും ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചാലാണെന്നോ അതേപോലെ പഠിക്കാൻ എർത്ത് വേമിനെ കുറിച്ച്. പിന്നെ എന്താണോ അത് ഡിലീഷൻ എന്ന് പറഞ്ഞൊരു സംഗതി വന്ന കാരണം കൊണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ അങ്ങോട്ട് പോകുന്നുണ്ട്. അല്ലെങ്കിൽ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ എന്നൊരു ക്ലാസ്സിൽ നമ്മൾ തീരില്ല. അതേപോലെ തന്നെ കോക്രോച്ച് ഉണ്ട്. പിന്നെ ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം നമ്മുടെ പാവപ്പെട്ട ഫ്രോഗിനെ പഠിക്കുക എന്നുള്ള, എളുപ്പ ഫ്രോഗ് പഠിക്കുക. പക്ഷേ അതിനൊക്കെ ആൾ ചെറുതാണെങ്കിലും പഠിക്കാൻ കൂടുതലുണ്ട് എർത്ത് വേമിൻ്റെ കേട്ടോ. അപ്പോൾ എർത്ത് വേമിൻ്റെ ബോഡി എന്ന് പറഞ്ഞാൽ സെഗ്മെൻറ്റഡ് ആണ്. ഒന്നിൽ കൂടുതൽ സെഗ്മെൻറ്റ് കാണുമ്പോൾ അതിന് നമ്മളൊരു പേര് വിളിക്കുമല്ലോ. എന്താ? മെറ്റാമെറിസം എന്ന് വിളിക്കും. മെറ്റാമെറിസം എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒന്നിൽ കൂടുതൽ സെഗ്മെൻറ്റ്സ് അതിൻ്റെ അകത്ത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് മെറ്റാമെറിസം. അപ്പോൾ ആ രീതിയിലും നമുക്ക് ഒരു ആനിമലിനെ ക്ലാസിഫൈ ചെയ്യാം. കിട്ടിയോ? അത്രയും ബേസിക്കാണ്, ഓർക്കുക. നെക്സ്റ്റ് ലാസ്റ്റാണ് നോട്ടോകോഡ്. നോട്ടോകോഡ് എന്താണെന്ന് അറിയോ? ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നോട്ടോകോഡ് എന്നാ? നോട്ടോകോഡ് ഒക്കെ പറ, വേഗം പറ. എന്താണ് നോട്ടോകോഡ്? എവിടെയാണ് നോട്ടോകോഡ് കാണുന്നേ? അതും ഐഡിയ ഇല്ല. നട്ടെല്ലെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ആ സാധനം തന്നെയാണ് നോട്ടോകോഡ് എന്ന് വിളിക്കുന്നത്. നമ്മൾ ചെറുതായിരിക്കുമ്പോൾ, അതായത് നമ്മുടെ എംബ്രിയോണിക് പീരീഡ് എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും. എന്താ? നമ്മുടെ വയറ്റിലായിരിക്കുന്ന സമയത്ത് നമുക്ക് വെർട്ടിബ്രൽ കോഡല്ല വരുന്നത്, നട്ടെല്ലല്ല ഉണ്ടാവുന്നത്. ആ സ്ഥാനത്ത് ഒരു നോട്ടോകോഡാണ് പ്രസൻ്റ് ആയിട്ടിരിക്കുന്നത്. കാരണം എന്താ? നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, എനിക്ക് നടക്കണ്ടായിരിക്കേണ്ടതൊന്നും വേണ്ട. അതേസമയം നമ്മൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പിള്ളേർ എന്താ പറയണേ, പിച്ച വെച്ച് നടന്നു തുടങ്ങൂലേ? ആ ഓരോ സ്റ്റേജൊക്കെ വരുമ്പോഴത്തേനും ആ നോട്ടോകോഡ് ചേഞ്ച് ചെയ്ത് അത് വെർട്ടിബ്രൽ കോളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണ്? നോട്ടോകോഡ് എന്ന് പറഞ്ഞാൽ കാർട്ടിലേജും കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്, സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂസും കൊണ്ടാണ്. ടിഷ്യൂസിൻ്റെ പ്രത്യേകത എന്താണ്? ബോൺസിൻ്റെ അത്രയും ഉണ്ടാവില്ല, ബലം ഉണ്ടാവില്ല ടിഷ്യൂസിന്. പെട്ടെന്ന് ഒടിവുകൾ, ചതവുകൾ, അങ്ങനെയുള്ള സംഗതികളൊക്കെ വരാം. അതേസമയം ബോൺസിൻ്റെ പ്രത്യേകത എന്താണ്? ബോൺസ് ഇപ്പോൾ ഒന്ന് ഇടിച്ചാൽ, പയ്യ രീതി ഒന്ന് മുട്ടിയാലൊന്നും നമുക്ക് വലിയ പ്രശ്നമില്ലാതെ പോകുന്നത് ആ ബോൺ നമ്മുടെ ബാക്കിലിരിക്കുന്നതുകൊണ്ടാണ്. മനസ്സിലായോ? ഇപ്പോൾ നോട്ടോകോഡ് എവിടെയാണ് കാണപ്പെടുന്നത് മനസ്സിലായോ? എവിടെയാണ്? നമ്മുടെ ബാക്കിലായിട്ട് കാണപ്പെടുന്നതാണ്. അത് ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കാറ്. അഡൽട്ട് സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് നോട്ടോകോഡാണോ വെർട്ടിബ്രൽ കോളമാണോ കാണുന്നതെന്ന്. ഏതാണ് കാണുന്നത്? വെർട്ടിബ്രൽ കോളമായിട്ടാണ് വരുന്നത്. മനസ്സിലായോ? കാർട്ടിലേജസ് മാറി എന്തായിട്ട് കൺവേർട്ട് ചെയ്യത്? ബോണായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ നോട്ടോകോഡ് എവിടെ നിന്നാണ് ഡിറൈവ് ചെയ്യുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. നമുക്ക് 3 ലെയറുകളുണ്ട്, എക്ടോഡേം, എൻഡോഡേം, മീസോഡേം എന്ന്. അതേസമയം ഈ നോട്ടോകോഡ് ഡിറൈവ് ചെയ്യുന്നത് മീസോഡേമിൽ നിന്നാണ്. മീസോഡേമിലി ഡിറൈവ്ഡ് റോഡ് ലൈക്ക് സ്ട്രക്ചർ എന്നാണ് നമ്മൾ നോട്ടോകോഡിനെ പറയുന്നത്. ആ സെൻറ്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്ക് കേട്ടോ. നോട്ടോകോഡ് ഈസ് എ മീസോഡേമിലി ഡിറൈവ്ഡ് റോഡ് ലൈക്ക് സ്ട്രക്ചർ എന്നാണ് വിളിക്കുന്നത്. നട്ടലിലെ ഉള്ളവയെ നമ്മൾ കോഡേറ്റ്സ് എന്നും നട്ടലില്ലാത്തവയെ നോൺ കോഡേറ്റ്സ് എന്നും വിളിക്കുന്നു. കിട്ടിയോ? എല്ലാം കിട്ടിയോ? അപ്പം ഇത്രയാണ് നമുക്ക് ബേസ് ആയിട്ട് പറയേണ്ട കാര്യങ്ങൾ. മനസ്സിലായോ?
ഒരുപാട് മനസ്സിലായിട്ടില്ല എന്ന് എനിക്കറിയാം, എന്നാലും കേൾക്കുമ്പോൾ എന്താണെന്നെങ്കിലും ഒന്ന് മനസ്സിലായി കിട്ടുമല്ലോ നിങ്ങൾക്ക് ഇനി പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി തൊട്ടപ്പുറത്തെ പേജിലെ ക്ലാസിഫിക്കേഷൻ ഓഫ് ആനിമൽസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ആ കാര്യങ്ങളെല്ലാം വളരെ ചുരുങ്ങിയ രീതിയിൽ അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കണം. ഇനി അടുത്ത് നമ്മൾ ഫൈലത്തിലേക്ക് തുടങ്ങുകയാണ്. ഫസ്റ്റ് ഫൈൽ ഏതാണ്? നമ്മുടെ പോറിഫറ. അതിൻ്റെ അകത്ത് ആൾക്കാർ വരുന്നത് ആരാണ്? സ്പോഞ്ചസ് ആണ് അതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്നത്. പറഞ്ഞേ, സ്പോഞ്ചസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കും? മറൈൻ ഫോം ആണ്, വെള്ളത്തിൽ കാണപ്പെടുന്നതല്ലേ. മൾട്ടി സെല്ലുലാർ ആണ്. ഒരു സെല്ലാണ് അതിൻ്റെ അകത്ത് ഉണ്ടാവുള്ളൂ? അല്ല, ഒന്നിൽ കൂടുതൽ സെൽസ് കാണുന്നുണ്ട്. അതിനെ മൾട്ടി സെല്ലുലാർ എന്ന് വിളിക്കാം. അസിമെട്രിക്കലാണ്. സിമെട്രി ഉണ്ടോ അതിന്? സിമെട്രി ആബ്സെൻ്റ് ആണ്. ഇനി അതിൻ്റെ അകത്ത് ഏത് ലെവൽ ഓഫ് ബോഡി ഓർഗനൈസേഷൻ ആണ് ഉണ്ടാവുന്നത്? സെല്ലുലാർ ലെവൽ ഓഫ് ബോഡി ഓർഗനൈസേഷൻ ആണ് അതിൻ്റെ അകത്ത് കാണുന്നത്. ഇത്രയും പോയിന്റുകൾ കിട്ടിയല്ലോ. ഏതൊക്കെയാണ്? മറൈൻ ഫോം ആണ്, മൾട്ടി സെല്ലുലാർ ആണ്, അസിമെട്രിക്കൽ ആണ്, സെല്ലുലാർ ലെവൽ ഓഫ് ബോഡി ഓർഗനൈസേഷൻ ആണ്. എല്ലാവരും കിട്ടുന്നുണ്ടോ? നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ സ്പോഞ്ചസിൻ്റെ പ്രത്യേകത എന്നാണ് അതിൻ്റെ ബോഡിയിൽ കംപ്ലീറ്റ് ആയിട്ടും പോഴ്സാണ്. ചെറിയ 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 മൈന്യൂട്ടായിട്ടുള്ള ഹോൾസ് കാണാം. എന്തിനു വേണ്ടിയിട്ടാണ്? അതൊരു സ്പോഞ്ചാണ്, കുറേ സെല്ലുകൾ കൂട്ടി ഉണ്ടാക്കിയിട്ടുള്ളൊരു സംഭവമാണത് അല്ലേ. അതിൻ്റെ ഈ പോഴ്സിൻ്റെ ഉള്ളിൽ കൂടെ വാട്ടർ കയറി ഇറങ്ങിപ്പോയാണ് അതിൻ്റെ ബോഡിയിൽ നടക്കുന്ന എല്ലാ പ്രോസസ്സിങ്ങും നടക്കുന്നത്. ആ വാട്ടറിനെ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ബോഡിയിൽ കംപ്ലീറ്റ് ആയിട്ട് മൈന്യൂട്ടായിട്ടുള്ള പോഴ്സ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ അന്നൊരു കാര്യം കിട്ടി, സ്പോഞ്ചസിൽ എന്ത് പ്രസൻ്റ് ആണ്? കനാൽ സിസ്റ്റം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. കനാൽ സിസ്റ്റം നടക്കുന്ന ഏത് വഴിയായിട്ടാണ്? പോഴ്സ് വഴിയായിട്ടാണ് നടക്കുന്നത്. കംപ്ലീറ്റ് മൈന്യൂട്ടായിട്ടുള്ള പോഴ്സാണ് സ്പോഞ്ചസിൽ കാണുന്നത്. മനസ്സിലായോ പറഞ്ഞത്? നെക്സ്റ്റ്, വാട്ടർ എൻറ്റർ ചെയ്യുന്ന ആ പോഴ്സിനെ ഒരു പേര് വിളിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് ഓസ്റ്റിയ. നോട്ട് ചെയ്തോളണം, ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ബോഡിയിൽ കംപ്ലീറ്റ് ഇങ്ങനെ ഹോൾസ് വന്നു കഴിഞ്ഞാൽ വാട്ടർ എൻറ്റർ ചെയ്യുന്നതിനെയാണ് ഓസ്റ്റിയ എന്ന് വിളിക്കുന്നത്. അത് കഴിയുമ്പോൾ അവരുടെ ബോഡിയുടെ നടുക്കായിട്ട് ഒരു സെൻട്രൽ ക്യാവിറ്റി പ്രസൻ്റ് ആണ്. ആ സെൻട്രൽ ക്യാവിറ്റീനെ വിളിക്കുന്ന പേരാണ് സ്പോഞ്ചോസീൽ എന്നാണ് വിളിക്കുന്നത്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓസ്റ്റിയ വഴി എൻറ്റർ ചെയ്തിട്ട് എന്ത് വഴിയായിട്ടാണ് വാട്ടർ പുറത്തേക്ക് പോകുന്നത്? ഓസ്കുലം വഴിയായിട്ടാണ് വാട്ടർ പുറത്തേക്ക് പോകുന്നത്. ആ ഒരു പാസേജ് നിങ്ങൾ ഓർത്തിരിക്കണം. ഓസ്റ്റിയ, സ്പോഞ്ചോസീൽ, ഓസ്കുലം. ഓസ്റ്റിയ വഴി എൻറ്റർ ചെയ്യുന്നു, നടുക്ക് ഒരു സെൻട്രൽ ക്യാവിറ്റി പോലെ ഉണ്ട്. നെക്സ്റ്റ് ഓസ്കുലം വഴി അത് എന്ത് ചെയ്യുന്നു? വാട്ടർ പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഒരു പ്രാവശ്യം വെള്ളം കയറി ഇറങ്ങി പോകുമ്പോൾ അവിടെ കുറച്ച് അധികം പ്രോസസ്സുകൾ നടക്കും. ഞാൻ ആദ്യം പറഞ്ഞു സ്പോഞ്ചസിൻ്റെ അകത്ത് ഈ വെള്ളം കയറി ഇറങ്ങി പോകുമ്പോഴാണ്, അല്ലാതെ പ്രത്യേകിച്ച് ചെയ്യാൻ അതിൻ്റെ അകത്ത് ഓർഗൻസ് എന്തെങ്കിലും ഉണ്ടോ? വെറുതെ സെൽസ് കൂടി ചേർന്ന് ഡെവലപ്പ് ചെയ്തൊരു ഓർഗാനിസം ഉണ്ടായേക്കുന്നു എന്ന് മാത്രമല്ലേ ഉള്ളൂ. ആ വെള്ളം കയറി ഇറങ്ങി പോകുമ്പോൾ അതിൻ്റെ അകത്ത് ഫുഡ് ഗ്യാതറിംഗ് എന്ന് പറഞ്ഞ പരിപാടി കിട്ടും. അവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡുകൾ കിട്ടുന്നു. വെള്ളത്തിലുള്ള ചെറിയ ചെറിയ പ്രാണികൾ, അങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടും. നെക്സ്റ്റ്, റെസ്പിറേറ്ററി എക്സ്ചേഞ്ച് നടക്കുന്നത് വാട്ടറിലൂടെയാണ്. അതേപോലെ തന്നെ റിമൂവൽ ഓഫ് വേസ്റ്റ് എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കുന്നതും ഇതുവഴിയായിട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള 3 പ്രോസസ്സിങ് ആ വെള്ളം കയറി ഇറങ്ങി അവരിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ കിട്ടും. മനസ്സിലായോ പറഞ്ഞത്? കിട്ടിയോ പിള്ളേരെ? കിട്ടിയോ? മനസ്സിലായോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ. നെക്സ്റ്റ്, അപ്പോൾ ഈ വെള്ളം ഇങ്ങനെ കയറി ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കയറി ഇറങ്ങി പോകുമ്പോൾ ഇവരെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് കുറച്ച് സെല്ലുകൾ പ്രസൻ്റ് ആയിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട്. ആ സെല്ലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൊയാനോസൈറ്റ്സ് ഓർ കോളാർ സെൽസ് എന്നാണ് അവയെ വിളിക്കുന്നത്. എന്തെന്നാണ് വിളിക്കുന്നത്? കൊയാനോസൈറ്റ്സ് ഓർ കോളാർ സെൽസ്. കൊയാനോസൈറ്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം, അതും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എന്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്? ഈ വാട്ടർ പാസേജിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണ് ഈ കൊയാനോസൈറ്റ്സ് അല്ലെങ്കിൽ കോളാർ സെൽസ് എന്ന് പറയുന്നത്. ഇനി ഇവരിൽ നടക്കുന്ന ഡൈജഷൻ ഏത് രീതിയിലുള്ളതാണ്? ഇൻട്രാ സെല്ലുലാർ ഡൈജഷനാണ്. എന്താണ് ഇൻട്രാ സെല്ലുലാർ ഡൈജഷനും ഇന്റർ സെല്ലുലാർ ഡൈജഷൻ എന്ന് പറഞ്ഞാലോ? ഇൻട്രാ മീൻസ്
ഇൻട്രാ മീൻസ് വേറെ ഒന്നൊന്നല്ല, വേറെ ഓർഗൻസ് ഇല്ലല്ലോ, സെൽസിൽ വെച്ചിട്ടല്ലേ നടക്കുന്നത്. അതിനുള്ള ഡൈജഷനാണ് ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇവർ ഹെർമാഫ്രോഡൈറ്റ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ ഹെർമാഫ്രോഡൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്സസ് സെപ്പറേറ്റഡ് ആയിട്ടില്ല. മെയിൽ ഫീമെയിൽ എന്ന് പറഞ്ഞിട്ട് ഇവരിൽ സെക്സസ് സെപ്പറേറ്റഡ് ആവാത്തതിനെയാണ് ഇൻട്രാ സെല്ലുലാർ എന്ന് പറയുന്നത്. തുടങ്ങിയിട്ടല്ല കേട്ടോ, അതിനെയാണ് ഹെർമാഫ്രോഡൈറ്റ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ഇനി റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ബൈ ഫ്രാഗ്മെൻറ്റേഷൻ ആണ്. എന്താ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞായിരുന്നല്ലോ, ഏത് ഭാഗം കട്ട് ചെയ്താലും അവിടെ നിന്ന് എന്തായിട്ട് മാറും, പുതിയൊരു ഓർഗാനിസം ഡെവലപ്പ് ചെയ്ത് വരുന്നതിനാണ് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതേസമയം സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇവരിൽ നടക്കുന്നുണ്ട്. ചില ഗ്യാമേറ്റുകളൊക്കെ ഫോം ചെയ്ത്, അതായത് അത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള സംഗതികളിലാണ്, എല്ലാവരിലും നടക്കൂല കേട്ടോ. അത് അധികവും ഇവരിൽ നടക്കുന്നതെന്ന് പറഞ്ഞാൽ എസെക്ഷൽ റീപ്രൊഡക്ഷൻ ബൈ ഫ്രാഗ്മെൻറ്റേഷൻ ആണ്. ഇനി അതിൻ്റെ എക്സാമ്പിൾ കൊടുക്കുമ്പോൾ 2 പേര് കൊടുത്തിട്ടുണ്ട്. കോമൺ നെയിമും ഉണ്ടാവും, സയൻറ്റിഫിക് നെയിമും ഉണ്ടാവും. രണ്ടും പഠിച്ചിരിക്കണം കേട്ടോ. ഫസ്റ്റ് ഏതാ കൊടുത്തിരിക്കുന്നത്? സൈക്കൺ, സ്കൈഫ, സ്പോഞ്ചില, ഫ്രഷ് വാട്ടർ സ്പോഞ്ച്, യു സ്പോഞ്ചിയ, ബാത്ത് സ്പോഞ്ച്. 2 രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇതിൻ്റെ അകത്ത് അധികം വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ മാച്ച് ദ ഫോളോയിങ് ആയിട്ടാണ്. ഒറിജിനൽ നെയിമും കൊടുക്കും, അതായത് കോമൺ നെയിമും സയൻറ്റിഫിക് നെയിമും കൊടുത്തിട്ട് അത് മാച്ച് ചെയ്യാനാണ് അധികം ക്വസ്റ്റ്യൻ ചോദിക്കാറ്. അത് കാരണം കൊണ്ട് 2 പേരുകളും പഠിച്ചിരിക്കണം. അപ്പോൾ ഏതൊക്കെയാണ്? സൈക്കൺ, സ്പോഞ്ചില, യു സ്പോഞ്ചിയ. ഇങ്ങനെ 3 എക്സാമ്പിളുകളാണ് അതിന് വരുന്നത്. ഇനി പോറിഫെറയിൽ എന്തെങ്കിലും പറയാനുണ്ടോ? കിട്ടിയോ? എങ്ങനെയെങ്കിലും ഒന്ന് ക്ലാസ് കഴിഞ്ഞ് പോട്ടെ എന്ന് വിചാരിക്കല്ലേ, മറന്നു പോയേക്കണ കാര്യങ്ങളാണ്, ഓർത്തിരിക്കുക കേട്ടോ. നെക്സ്റ്റ് ഫൈലം സീലൻഡ്രേറ്റ. സീലൻഡ്രേറ്റ അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് നിഡേറിയ എന്ന് വിളിക്കും. കിട്ടിയോ? ഇനി ഇവയുടെ പ്രത്യേകത എസീലോമേറ്റ് ആണ്. എക്സ്പ്ലെയിൻ ചെയ്യേണ്ടല്ലോ, എസീലോമേറ്റ് ആണ്, റേഡിയലി സിമെട്രിക്കൽ ആണ് ഇവ. ഇനി ഈ സീലൻഡ്രേറ്റയ്ക്ക് എന്തുകൊണ്ടാണ് നിഡേറിയ എന്നുള്ള പേര് വരാൻ കാരണം? അവരിൽ നിഡോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ഓർഗൻ പോലെയുള്ളൊരു സംഭവമുണ്ട്. കാരണം നിങ്ങൾ എന്നാ പറയണേ, കുറേ ടെൻഡക്കിൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ടോ? ഇതിൻ്റെ അകത്ത് അതിൻ്റെ പടമില്ല. ടെൻഡക്കിൾസ് അതായത് ഇങ്ങനെ ഈ ലോക്കോമോഷന് ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങളില്ലേ പിള്ളേരെ, മൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നവ. അങ്ങനെ ടെൻഡക്കിൾസ് പോലെയുള്ള ഒരു നിഡോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓർഗൻ ഇവരിൽ പ്രസൻ്റ് ആണ്. അതുകൊണ്ടാണ് ഇവർക്ക് നിഡേറിയ എന്ന് പറഞ്ഞ പേര് വരാൻ കാരണം കേട്ടോ. അത് ജസ്റ്റ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ നിഡേറിയ അല്ലെങ്കിൽ നിഡോബ്ലാസ്റ്റിന് കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. അവയുടെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ ക്യാപ്ചറിങ് ആണ് മെയിൻ ഫങ്ഷൻ. ക്യാപ്ചറിങ്, എങ്ങോട്ട് പോകണം, ഡിഫെൻസ്, അങ്ങനെയുള്ള സംഗതികളൊക്കെയാണ് ഇവരുടെ മെയിൻ ഫങ്ഷനായിട്ട് വരുന്നത്. അതായത് ആങ്കറേജ്, ഡിഫെൻസ്, ക്യാപ്ചറിങ്, ഇത്രയാണ് അതിൻ്റെ ഫങ്ഷൻ വരുന്നത്. NCERT നല്ല വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട്, മെറ്റീരിയലിലും വായിച്ചു നോക്കണം കേട്ടോ. ഇനി ഇവയുടെ പ്രത്യേകത എന്തായിരിക്കും? എവിടെയാണ് കാണപ്പെടുന്നവ? സ്വാഭാവികമായിട്ടും എവിടെയാണ് കാണപ്പെടുന്നത്? അക്വാട്ടിക് ഫോം അല്ലേ? അക്വാട്ടിക് അല്ലെങ്കിൽ മറൈൻ ഫോമാണ്. ഫ്രീ സ്വിമ്മിങ് ആണ്. ഫ്രീ സ്വിമ്മിങ് ആയിട്ടുള്ളവയാണ് ഇവ അധികം കേട്ടോ. ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. ആദ്യം സെൽസ് പറഞ്ഞ് ഇപ്പോൾ അതെന്തായിട്ട് മാറി? ടിഷ്യൂ ലെവലായിട്ട് മാറി. ഇവ ഡിപ്ലോബ്ലാസ്റ്റിക് ആണ്. 2 തരത്തിലുള്ള ഡൈജഷൻ ഇവരിൽ നടക്കുന്നുണ്ട്. ഇൻട്രാ സെല്ലുലാറും നടക്കുന്നുണ്ട്, എക്സ്ട്രാ സെല്ലുലാറും നടക്കുന്നുണ്ട്. കാരണം സെൽസ് മാറി അവിടെ എന്ത് ഫോം ചെയ്തിട്ടുണ്ട്? ടിഷ്യൂസ് ഫോം ചെയ്തിട്ടുള്ള കാരണം കൊണ്ടാണ് അവരിൽ 2 തരത്തിലുള്ള ഡൈജഷനും നടക്കുന്നത്. അടുത്തത് ഇവയ്ക്ക് 2 തരത്തിലുള്ള ബോഡി ഫോംസ് വരുന്നുണ്ട്. നോട്ട് ചെയ്ത് വെച്ചോളാം. പോളിപ്പ്, മെഡ്യൂസ എന്ന് പറഞ്ഞ 2 തരത്തിലുള്ള ബോഡി ഫോംസ് വരുന്നുണ്ട്. അതിൻ്റെ എക്സാമ്പിളാണ് ഓർത്തിരിക്കേണ്ടത്. പോളിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള ഫോമാണ്. അതായത് നമ്മുടെ ചേനയൊക്കെ ഇല്ലേ, അതേപോലെ ഇരിക്കും. അതിന് കുറച്ച് ഇങ്ങനെ എന്താ പറയുക, ടെൻഡക്കിൾസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഏകദേശം ആ ഒരു മോഡലിലാണ് നമ്മുടെ പോളിപ്പിൻ്റെ ഫോം എന്ന് പറഞ്ഞത്. അതിന് എക്സാമ്പിൾ വരുന്നതാണ് ഹൈഡ്ര ആദംസിയ. ഓർത്തിരിക്കണം, ഹൈഡ്ര ആദംസിയ. നോട്ട് ചെയ്ത് വെച്ചോ.
ഹൈഡ്ര ആദംസി ആണ് പോളിപ്പിന് എക്സാമ്പിളായിട്ട് വരുന്നത്. സിലിണ്ടറിക്കൽ ഫോമാണ്. മെഡ്യൂസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംബർല ഷേപ്പ്ഡ് ആണ്. ജെല്ലി ഫിഷാണ് അതിന് എക്സാമ്പിളായിട്ട് വരുന്നത്. ജെല്ലി ഫിഷ് ഓർ ഒറേലിയ. ഇവര് ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ബോഡി ഫോംസ് കാണിക്കുന്നത്, അതായത് പോളിപ്പ മെഡ്യൂസ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് തരത്തിലുള്ള ബോഡി ഫോംസ് ഇവർ കാണിക്കുന്നതുകൊണ്ട് ഇവർക്ക് മെറ്റാജെനിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുന്നത് ക്യാരക്ടർ എന്ന് പറയാം. ഈ മെറ്റാജെനിസിസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്നാണ് പറയുന്നത്. കുറച്ച് നാൾ ഇവരെന്തായിട്ടിരിക്കും, പോളിപ്പായിട്ടിരിക്കും. പിന്നെ അത് കഴിയുമ്പോൾ എന്തായിട്ട് മാറും, അവർ മെഡ്യൂസയായിട്ട് മാറും. അങ്ങനെ ചേഞ്ച് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് മെറ്റാജെനിസിസ്. വേർഡ് ഓർത്തിരിക്കണം. കേട്ടല്ലോ, മനസ്സിലായല്ലോ? പോളിപ്പോ മെഡ്യൂസ മെറ്റാജെനിസിസ് കിട്ടണ്ടല്ലോ പറയുമ്പോൾ. ഇനി അതിന് എക്സാമ്പിള്. ഇനി അതിന് മുമ്പ് ഒരു കാര്യം, പോളിപ്പ് മെഡ്യൂസ രണ്ട് ബോഡി ഫോംസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? പോളിപ്പ് മെഡ്യൂസ. ഈ പോളിപ്പ് മെഡ്യൂസ ആവുന്നത് എസെക്ഷുവലി ആണെങ്കിൽ മെഡ്യൂസ പോളിപ്പാകുന്നത് സെക്ഷുവലി ആണ്. അതൊന്ന് ഓർത്തിരിക്കണം. മനസ്സിലായല്ലോ? രണ്ട് ബോഡി ഫോംസ് ആണ് പോളിപ്പും മെഡ്യൂസയും. പോളിപ്പ് മെഡ്യൂസ ആവുന്നത് എങ്ങനെയാണ്? എസെക്ഷുവലി ആണെങ്കിൽ മറ്റേത് നേരെ തിരിച്ചു വരുമ്പോൾ എന്തായിട്ട് മാറും? സെക്ഷൽ ഫോമിലേക്കായിട്ട് മാറും. ഇനി അതിൻ്റെ എക്സാമ്പിള് ഫസ്റ്റ് ആണ് ഫൈസാലിയ. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഫൈസാലിയ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പോർച്ചുഗീസ് മാൻ ഓഫ് വാർ എന്നാണ് ഫൈസാലിയ അറിയപ്പെടുന്നത്. അടുത്തത് ആദംസിയ. സി ആനിമോൺ ആണ് ആദംസിയ. നെക്സ്റ്റ് സി പെൻ അല്ലെങ്കിൽ പെനാച്ചുല എന്നാണ് അതിനെ വിളിക്കുന്നത്. നെക്സ്റ്റ് ഗോർഗോണിയ സി ഫാൻ. അടുത്തത് മീൻട്രിന ബ്രെയിൻ കോറൽ. ഇത് ഈ ഇത്രയും എക്സാമ്പിളും വെച്ചിട്ട് മാത്രം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. കാരണം ഈ ഇങ്ങനെയുള്ള പേരുകൾ സി ആനിമോൺ, സി പെൻ, സി ഫാൻ, ബ്രെയിൻ കോറൽ എന്ന് പറഞ്ഞിട്ട് ഒരു വയസ്സ് കൊടുക്കും, മറ്റേ വയസ്സ് അതിന് രീതിയിൽ കേട്ടോ. അതേപോലെ തന്നെ ഫൈസാലിയയുടെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പോർച്ചുഗീസ് മാൻ ഓഫ് വാർ എന്നറിയപ്പെടുന്ന ഏതാണെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. കിട്ടിയില്ലോ? എല്ലാവരും ഇരുന്ന് ഉറക്കം തൂങ്ങി തുടങ്ങി. രണ്ട് ഫൈലം കഴിഞ്ഞു. ഏതൊക്കെയാണ്? ഫൈലം പോറിഫറയും ഫൈലം സീലൻഡ്രേറ്റയും. നെക്സ്റ്റ് വളരെ ചെറുതായിട്ടുള്ളൊരു ഫൈലാണ് ഫൈലം ടീനോഫോറ. ടീനോഫോറയിൽ അധികം ഉൾപ്പെടുന്ന കോംബ് ജെല്ലീസ് ആണ്. ജെല്ലി ഫിഷ് എന്ന് പറഞ്ഞാൽ കണ്ടിട്ടില്ലേ നിങ്ങൾ ടി വിയിൽ? എന്ത് ഭംഗിയ ജെല്ലി ഫിഷിനെ കാണാനല്ലേ? ആ രീതിയിൽ വരുന്ന കോംബ് ജെല്ലീസ് വരുന്നതാണ് ഏതിൽ? ഫൈലം ടീനോഫോറയിൽ വരുന്നത്. അത് റേഡിയലി സിമെട്രിക്കലാണ്, ഡിപ്ലോബ്ലാസ്റ്റിക് ആണ്, എസീലോമേറ്റ് ആണ്, ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് വരുന്നത്. ഓരോരുത്തരുടെ ഞാൻ എനിപ്പിച്ചെടുത്ത് ചോദിച്ചോളാം. അപ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? റേഡിയലി സിമെട്രിക്കൽ, ഡിപ്ലോബ്ലാസ്റ്റിക്, എസീലോമേറ്റ്, ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഇപ്പോൾ രണ്ടെണ്ണം ടിഷ്യൂ ലെവലിൻ്റെ പറഞ്ഞില്ലേ അല്ലേ? ഏതൊക്കെയാണ് പറഞ്ഞത്? സീലൻഡ്രേറ്റയും പറഞ്ഞു, നമ്മുടെ ടീനോഫോറയും പറഞ്ഞു. ഇനി അടുത്ത ഇതിൻ്റെ അന്ന് ചോദിക്കാറുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഇതിന് കോംബോ പ്ലേറ്റ്സ് പ്രസൻ്റ് ആണ്. ചുമ്മാ വെറുതെ കോംബോ പ്ലേറ്റ്സ് അല്ല, 8 കോംബോ പ്ലേറ്റുകൾ ഇവരിൽ പ്രസൻ്റ് ആണ്. വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല, ലോക്കോമോഷന് വേണ്ടിയിട്ടാണ് ഈ കോംബോ പ്ലേറ്റ്സ് പ്രസൻ്റ് ആയിട്ട് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ റീജനറേഷൻ കപ്പാസിറ്റി കൂടുതലുള്ളവരാണ് ടീനോഫോഴ്സ്. ഇവയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോലൂമിനിസെൻസ്. ഞാൻ പറഞ്ഞില്ലേ ഈ ജെല്ലി ഫിഷിനെ കാണാൻ എന്ത് ഭംഗിയാണ്. എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നാൻ കാരണം? ഇതിൻ്റെ അകത്ത് ലൈറ്റിൻ്റെ പ്രസൻസ് ഉള്ള കാരണം കൊണ്ടല്ലേ? മിന്നാമിനിങ്ങിനെ നമുക്ക് രാത്രി ഐഡൻറ്റിഫൈ ചെയ്യാൻ കാരണം എന്താ? ബയോലൂമിനിസെൻസ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി അവരിൽ ഉള്ളത് കൊണ്ടാണ്. ആ സെയിം തന്നെ സംഭവം ഇവരിലുണ്ട്, ബയോലൂമിനിസെൻസ്. അതായത് ലൈറ്റിനെ എമിറ്റ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഇവരിലുണ്ട്. അതാണ് ബയോലൂമിനിസെൻസ് എന്ന് പറഞ്ഞാൽ. ഇനി ഫെർട്ടിലൈസേഷൻ, എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്. ഇൻഡയറക്റ്റ് ഡെവലപ്മെൻ്റ് ആണ്. ഡയറക്റ്റ് ഡെവലപ്മെൻറ്റ്, ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റ് രണ്ട് രീതിയിലുണ്ട്. അതെന്താ സംഭവം എന്ന് മനസ്സിലായോ? അറിയാമോ? ഡയറക്റ്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? നമ്മുടെ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ്? ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ?
സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഡെവലപ്മെൻ്റ് അല്ലേ നമ്മുടെ വരുന്നത്. നമ്മൾ ഉണ്ടാകുമ്പോൾ തന്നെ ഇങ്ങനെയല്ലല്ലോ ഇരിക്കുന്നത്. അതിനെയാണ് ഡയറക്റ്റ് എന്ന് പറയും. ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ ചിലർ ലാർവൽ ഫോംസ് ഒന്നും ഇല്ലാതെ തന്നെ ഒറിജിനൽ ഫോമിലേക്ക് വരുന്നവരെയാണ് ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് കേട്ടോ. രണ്ട് എക്സാമ്പിളുള്ളൂ. പ്ലൂറോബ്രാക്കിയ, ടീനോപ്ലാന, രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയായിരുന്നു? ബയോലൂമിനിസെൻസ്, കോംബ് പ്ലേറ്റ്സ്. ഈ രണ്ട് കാര്യമാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ഓർക്കേണ്ടത്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്. ഇൻ്റർവെല്ലിൽ വിട്ടിട്ട് ഇവിടെ തന്നെ ഉറച്ചിരുന്നു. എന്തേ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വരുമ്പോഴത്തേനും നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രഷ് ആയിട്ട് വരില്ലേ? അപ്പോൾ നമുക്ക് ഇത്രയും ഉറക്കം വരുമോ? നിങ്ങൾ ഇതേപോലെ തന്നെ ക്ലാസ്സിലിരിക്കണ കുട്ടികളല്ലേ? ഈ അറിയാലോ, ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് എൻ്റെ ഒപ്പം ഓടിയാലാണ് ആനിമൽ കിങ്ഡം ഞാൻ ഓടിയെത്തുള്ളൂ എന്ന്. മാക്സിമം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഈ ചാപ്റ്റർ എങ്ങനെയെങ്കിലും തീർക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും എല്ലാം മനസ്സിലാക്കി തന്നെ തീർക്കണം. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഇരിക്കണം. അപ്പോൾ 3 ഫയലാണ് പറഞ്ഞ ഏതൊക്കെയാണ്? പോറിഫറ, സീലൻഡ്രേറ്റ, ടീനോഫോറ. ഓരോന്നിലും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുന്നില്ലേ? നെക്സ്റ്റ് ആണ് പ്ലാറ്റിഹെൽമിന്തസ്. പ്ലാറ്റിഹെൽമിന്തസ് എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് വേംസ് ആണ്. അവ എൻറ്റോപാരസൈറ്റ് എന്നറിയപ്പെടുന്നവയാണ്. അതായത് നമ്മുടെ ഈ ആനിമൽസിൻ്റെ ഒക്കെ ഉള്ളിൽ കയറുന്ന ആൾക്കാരാണ് ഈ പ്ലാറ്റിഹെൽമിന്തസ് എന്ന് പറയുന്നത്. ഈ വരാന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ല? വരാന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ അതാണ് ഈ എൻറ്റോപാരസൈറ്റ് എന്ന് പറയുന്നത്. കാരണം എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ കയറിയിട്ട് ഉള്ള ന്യൂട്രിയൻസും സംഭവങ്ങളൊക്കെ അബ്സോർബ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇവരുടെ പരിപാടി എന്ന് പറയുന്നത് കേട്ടോ. ഇവ ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, ബൈലാറ്ററലി സിമ്മട്രിക്കലാണ്, സീലോമേറ്റ് ആണ്. ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ വന്നോ? ഓർഗൻ ലെവൽ വന്നോ? ഇത്രയും നേരം ഓർഗൻ ലെവൽ ഉണ്ടായിരുന്നോ? പറഞ്ഞേല് ഇല്ല. അപ്പോൾ ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ വന്നു ഇവരിൽ. ഇവ ഞാൻ പറഞ്ഞു നമ്മുടെ ബോഡിയുടെ ഉള്ളിലേക്ക് കയറുന്നത് കൊണ്ട് അവർക്ക് ഹുക്സ്, സക്കേഴ്സ് എന്ന് പറഞ്ഞ 2 കോമൺ ആയിട്ടുള്ള ഒരു പാരസൈറ്റിക് ഫോംസ് എന്ന് പറയാം. ഹുക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നുഴഞ്ഞു കയറുക. സക്കേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അവരതിൻ്റെ അകത്തുള്ള ന്യൂട്രിയൻസ് കംപ്ലീറ്റ് അബ്സോർബ് ചെയ്തിട്ട് അവരെന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? നമ്മുടെ ബോഡി വോളിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കും. കുടിച്ച് കഴിഞ്ഞിട്ട്, അതായത് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കുടിച്ചിങ്ങനെ വീർത്ത് കഴിയുമ്പോൾ അവരിങ്ങനെ നമ്മുടെ ബോഡി വോളിൽ തൂങ്ങിക്കിടക്കും. അതിനാണ് ഹുക്സ്, സക്കേഴ്സ് എന്ന് പറഞ്ഞ 2 പാരസൈറ്റിക് ഫോം എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റമാണ്. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇവരിൽ ഒരു സെൽസ് പ്രസൻ്റ് ആണ്. ആ സെൽസിൻ്റെ പേരാണ് ഫ്ലെയിം സെൽസ്. ഇമ്പോർട്ടൻ്റ് ആണ്. സ്പെഷ്യലൈസ്ഡ് സെൽസ് ഇവരിൽ കാണുന്നുണ്ട്. ആ സെൽസിൻ്റെ പേരാണ് ഫ്ലെയിം സെൽസ്. അത് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഓസ്മോ റെഗുലേഷൻ, എക്സ്ക്രീഷൻ എന്ന് പറഞ്ഞ 2 പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ആണ് ഇവരിലുള്ളത്. കിട്ടിയില്ലോ? അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞ ഏതാണെന്ന് കിട്ടിയില്ലോ? ഇനി അതിന് എക്സാമ്പിൾ വരുന്നതാണ് നമ്മുടെ പ്ലനേറിയ. പ്ലനേറിയ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ റീജനറേഷൻ കപ്പാസിറ്റി ഉള്ള ഒരു ഓർഗാനിസാണ് പ്ലനേറിയ എന്ന് പറയുന്നത് കേട്ടോ. അതേപോലെ തന്നെ ടീനിയ എന്ന് വെച്ചാൽ ടേപ്പ് വേംസ്. ഫ്ലാറ്റ് വേം എന്ന് ആദ്യം ഞാൻ പറഞ്ഞില്ലേ വേംസാണ് വരുന്നതെന്ന്. പിന്നെ ഫാസിയോള എന്ന് പറഞ്ഞാൽ ലിവർ ഫ്ലൂക്ക് എന്ന് പറഞ്ഞ സാധനമാണ് അത് കേട്ടോ. അത്രയാണ് പ്ലാറ്റിഹെൽമിന്തസിൻ്റെ പറയാനുള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞ കാര്യം ഏതായിരുന്നു? പ്ലാറ്റിഹെൽമിന്തസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞ ഏതാ? ഞാൻ ഫ്ലെയിം സെൽസ് ആണ് പറഞ്ഞത്. നെക്സ്റ്റ് ആണ് ആഷ് ഹെൽമിന്തസ്. വേംസ് തന്നെയാണ്. വേമിനൊരു മാറ്റമുണ്ട്. എന്ത് വേമാണ്? റൗണ്ട് വേമാണ്. റൗണ്ട് വേം എന്ന് പറയാനുള്ള കാരണം നമ്മൾ ഈ സാധനത്തിനെ കട്ട് ചെയ്ത് ഒരു മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ബോഡിയിലെ ഏത് ഭാഗം കട്ട് ചെയ്ത് നമ്മൾ നോക്കിയാലും റൗണ്ടായിട്ടുള്ള സെക്ഷനാണ് നമുക്ക് കിട്ടുള്ളൂ. റൗണ്ട് സെക്ഷൻ. നിങ്ങൾ മറ്റേ സെക്ഷൻ എടുക്കൂലേ? എരിഞ്ഞെരിഞ്ഞെടുക്കൂലേ? റൗണ്ട് കിട്ടുമോ? കിട്ടിയാൽ പറയും കിട്ടിയെന്ന് എല്ലാ വശവും ചേർന്നല്ലേ. പക്ഷേ ഇവരുടെ അങ്ങനെയല്ല. നിങ്ങൾ ഏതൊക്കെ രീതിയിൽ കട്ട് ചെയ്ത് നോക്കിയാലും അവർക്ക് റൗണ്ടായിട്ടുള്ളൊരു സെക്ഷനാണ് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് അവ എന്തെന്ന് വിളിക്കുന്നത്? റൗണ്ട് വേംസ് എന്ന് വിളിക്കുന്നത്. ഇവ അക്വാട്ടിക് ഫോമും ഉണ്ട്,
അതേപോലെ തന്നെ ടെറസ്ട്രിയലും ഉണ്ട്. പ്ലാന്റ്സിലും ആനിമൽസിലൊക്കെ അധികം പാരസൈറ്റ് ആയിട്ടാണ് കാണുന്നത്. പാരസൈറ്റ് എന്ന് പറഞ്ഞൊക്കെ എന്താണെന്ന് മനസ്സിലാവുമല്ലോ അല്ലേ? മറ്റുള്ളവയെ ആശ്രയിച്ച് ജീവിക്കുന്നവ. ബൈലാറ്ററലി സിമെട്രിക്കലാണ്, സ്യൂഡോസീലോമേറ്റ് ആണ്. ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. അലിമെൻ്ററി കനാല് കംപ്ലീറ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ഓർഗാനിസമാണ് ഇവർ. എന്നാ അലിമെൻ്ററി കനാൽ എന്ന് പറഞ്ഞാൽ എന്നാ അലിമെൻ്ററി കനാല് ഗട്ട് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? എന്നാ സംഗതി? നമ്മുടെ ഫുഡ് പാസ് ചെയ്ത് പോകുന്ന സ്ഥലമാണത്. അത് കംപ്ലീറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഇവരിൽ. അങ്ങനെയുള്ള ഫൈലം എന്ന് പറയുന്നത് ഇതുള്ളൂ കേട്ടോ. അത് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഡയേഷ്യസ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയില് ഫീമെയിൽ എന്ന് പറഞ്ഞ് രണ്ടായിട്ട് നമുക്ക് തിരിച്ചവയെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. എപ്പോഴും മെയിൽ ഈസ് യൂഷ്വലി സ്മോളർ ദാൻ ഫീമെയിൽ. ഫീമെയിൽസ് ആയിരിക്കും എപ്പോഴും അതിൻ്റെ നമ്മൾ ലെങ്ത്ത് നോക്കുകയാണെങ്കിൽ വലുതായിട്ട് വരുന്നത് കേട്ടോ. ഇനി എക്സാമ്പിൾ അസ്കാരീസ്, റൗണ്ട് വേം, വ്യൂച്ചേറിയ, ഫൈലേറിയൽ വേം, ആൻസൈക്ലോസ്റ്റോമ, ഹുക്ക് വേം, ഇങ്ങനെയുള്ള വേംസുകളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കിട്ടിയല്ലോ. അലിമെൻ്ററി കനാലിൻ്റെ കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഡയേഷ്യസ് ആണെന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചോ. എപ്പോഴും മെയിൽ എങ്ങനെയായിരിക്കും? ചെറുതായിരിക്കും ഫീമെയിലിൻ്റെ അപേക്ഷിച്ച്. കിട്ടിയല്ലോ ആശയൽമിന്തസ്. നെക്സ്റ്റ് അനലീഡ. അനലീഡ്സ് ആരൊക്കെയാണ് വരുന്നത്? നമ്മുടെ എർത്ത് വേം ഉൾപ്പെടുന്നത് ഒന്ന് ഓർത്താൽ മതി അനലീഡ്സിൽ കേട്ടോ. അനലീഡയുടെ ക്യാരക്ടർ എന്തെങ്കിലും അറിയാമോ? അക്വാട്ടിക് ആണോ? അക്വാട്ടിക് ആണ്. അക്വാട്ടിക്കും ആവാം ടെറസ്ട്രിയലും ആകാം കേട്ടോ. ഇനി ബോഡിയുടെ പ്രത്യേകത എന്താണ്? ആ ഒരു എർത്ത് വേമിനെ മനസ്സിൽ വിചാരിച്ചേ, എന്നിട്ട് അതിൻ്റെ ക്യാരക്ടർ നോക്കിയേ. ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ബോഡിയാണ്, ബൈലാറ്ററലി സിമെട്രിക്കലാണ്, ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. ഇനി ബോഡിയുടെ പ്രത്യേകത ഓരോന്നും എന്തായിരിക്കും? സെഗ്മെൻറ്റഡ് ആയിരിക്കും. മെറ്റാമെറിസം കാണിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? അത് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഒരു അക്വാട്ടിക് അനലീഡിൻ്റെ കാര്യം പറയുന്നുണ്ട്. അക്വാട്ടിക് അനലീഡിൻ്റെ പേരെന്നാണെന്നറിയോ? നീറീസ് എന്ന് പറഞ്ഞ ഒരു അക്വാട്ടിക് അനലീഡ് ഉണ്ട്. അത് നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അക്വാട്ടിക് അനലീഡാണ്, നീറീസ് എന്നാണ് അതിൻ്റെ പേര്. ഈ അക്വാട്ടിക് ആയതുകൊണ്ട് തന്നെ അതിന് സ്വിം ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബോഡിയിൽ ഒരു പാരാപോഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു ഓർഗൻ ഉണ്ട്. അത് വെച്ചിട്ടാണ് അവ എന്ത് ചെയ്യുന്നത്? സ്വിം ചെയ്യുന്നത്. അത് ഓർത്തിരിക്കണം കേട്ടോ. അപ്പോൾ അക്വാട്ടിക് അനലീഡിൻ്റെ പേരെന്താണ്? നീറിസ് എന്നാണ് വിളിക്കുന്നത്. അതിൻ്റെ സർക്കുലേറ്ററി സിസ്റ്റം ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റമാണ്. ഇനി അടുത്തത് എക്സ്ക്രീഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് ഇവരിൽ നടക്കുന്നുണ്ട്. എല്ലാവരും നടക്കണില്ലാത്തതുകൊണ്ടല്ല കേട്ടോ. അതിൻ്റെ അകത്ത് ഓർഗൻസ് ഉള്ളതും ഒക്കെയാണ് നമ്മൾ എടുത്ത് ഇതിൻ്റെ ഓരോ ഫൈലത്തിലും പറയുള്ളൂ. ഇവരിൽ എക്സ്ക്രീറ്ററി ഓർഗൻ കാണുന്നുണ്ട്. അതിൻ്റെ പേരാണ് നെഫ്രീഡിയ. കേട്ടിട്ടുണ്ടാവും. ഓസ്മോ റെഗുലേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഓർഗനാണ് നെഫ്രീഡിയ എന്ന് പറഞ്ഞത്. അത് നോട്ട് ചെയ്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മളിലുള്ള രീതിയിൽ തന്നെ നെർവസ് സിസ്റ്റത്തിൽ കുറേ ഗാംഗ്ലിയോൺസ് ഉണ്ട്. എന്നാ ഗാംഗ്ലിയോൺ എന്ന് പറഞ്ഞാൽ കുറേ നെർവുകൾ ഇങ്ങനെ കൂടിച്ചേർന്ന് നടുക്കൊരു ജംഗ്ഷനായിട്ട് ഫോം ചെയ്യും. അതിൻ്റെ അകത്തേക്ക് പെട്ടെന്ന് എന്താണ് സിഗ്നൽസ് പാസ് ചെയ്തിട്ട് പോകുന്നവയാണ് ഈ ഗാംഗ്ലിയോൺസ് എന്ന് പറയും. ബ്രെയിനിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഇടയ്ക്കിടയ്ക്ക് കാണപ്പെടുന്ന ചെറിയ ചെറിയ ജംഗ്ഷനുകളാണ് ഗാംഗ്ലിയോൺസ് എന്ന്. ആ സെയിം തന്നെ ഗാംഗ്ലിയോൺസ് ആരിലും പ്രസൻ്റ് ആണ്, ഇവരിലും പ്രസൻ്റ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ സ്റ്റാറ്റോസിസ്റ്റ് പ്രസൻ്റ് ആണ്. അതൊന്ന് ഓർക്കണം. സ്റ്റാറ്റോസിസ്റ്റ് അത് ഞാൻ കേട്ടിട്ടില്ലാത്തൊരു സംഗതിയാണ്. ബാലൻസിങ് ഓർഗൻ എന്നാണ് അറിയപ്പെടുന്നത് സ്റ്റാറ്റോസിസ്റ്റ്. അത് ഇവരിലും പ്രസൻ്റ് ആണ്. അതേപോലെ തന്നെ ആർത്രോപോഡ്സിലും പ്രസൻ്റ് ആണ് കേട്ടോ. ആർത്രോപോഡിലാണ് കൂടുതൽ പറയണേ. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഭിത്തിയിലെ കുറുമ്പ് കയറിയൊക്കെ ഇതിൻ്റെ മേളീക്കട വരെ അതുങ്ങൾക്ക് നടക്കാം. നമ്മുടെ അവസ്ഥ എന്താ? നമുക്കൊരു പരിധി കൂടുതൽ ഹൈറ്റിലേക്ക് പോയാലോ അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഒന്ന് ചെരിഞ്ഞ് പോയാലോ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ബാലൻസ് തെറ്റും. ഇവർക്ക് ബാലൻസ് തെറ്റാത്തതിൻ്റെ കാരണം എന്താ? ഇവരിൽ ഈ സ്റ്റാറ്റോസിസ്റ്റ് എന്ന് പറഞ്ഞാൽ ബാലൻസിങ് ഓർഗൻ ഉള്ളത് കൊണ്ടാണ് ഇവർക്ക് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് പറ്റുന്നത്. കിട്ടിയോ സംഭവം? ഇനി അതിൻ്റെ അകത്ത് 1-2 റിസപ്റ്റേഴ്സിൻ്റെ കാര്യം പറയുന്നുണ്ട്.
നമ്മുടെ ടച്ച്, അതായത് നമ്മൾ തൊട്ടാൽ അറിയാൻ പറ്റുന്ന റിസപ്റ്റേഴ്സാണ് ടാക്ടൈൽ റിസപ്റ്റേഴ്സ്. അതേപോലെ തന്നെ നമുക്കുള്ള രീതിയിൽ തന്നെ ടേസ്റ്റ് റിസപ്റ്റേഴ്സും ഇവരിലുണ്ട്. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നീറിസ്. ഞാൻ പറഞ്ഞു അക്വാട്ടിക് അനലീഡിൻ്റെ പേരായിരുന്നു എന്തെന്ന് പറയുന്നത്, നീറിസ് എന്ന് പറഞ്ഞ്. ഈ നീറിസ് ഡയേഷ്യസ് ആണ്. അതായത് മെയില് ഫീമെയിൽ എന്ന് പറഞ്ഞ ഇവരിൽ സെപ്പറേറ്റഡ് കാണാം. അതേസമയം നമ്മുടെ എർത്ത് വേം മൊണേഷ്യസ് ആണ്. അതായത് അതിൻ്റെ അകത്ത് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റില്ല. അതിനെയാണ് മൊണേഷ്യസ് എന്ന് വിളിക്കുന്നത്. ആ കാര്യം നോട്ട് ചെയ്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞേക്ക് നോക്കിയേ. നീറിസ്, ഫെരിറ്റീമ ഓർ എർത്ത് വേം. അതായത് ഫെരിറ്റീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആയിട്ട് കാണപ്പെടുന്ന എർത്ത് വേമിൻ്റെ പേരാണ് ഫെരിറ്റീമ എന്ന്. അത് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ, അത് നോട്ട് ചെയ്ത് വെക്കണം. ഫെരിറ്റീമ കോമൺ ആയിട്ട് കാണുന്ന എർത്ത് വേമാണ്. അടുത്തത് ഹിറുഡിനേറിയ എന്ന് വെച്ചാൽ ബ്ലഡ് സക്കിങ് ലീച്ചാണ്. ഈ നമ്മൾ ഈ പാടത്ത് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ കലയിൽ അട്ടടിച്ചു എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ, ഇതാണ് ഈ ഹിറുഡിനേറിയ എന്ന് പറഞ്ഞ സാധനമാണ്. ബ്ലഡ് സക്കിങ് ലീച്ചിനെയാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് അനലീഡിൻ്റെ കാര്യമുള്ളൂ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതിൻ്റെ അകത്ത് നീറിസ് ആണ്. നീറിസ് പാരപോഡിയ പ്രസൻ്റ് ആണെന്നുള്ള കാര്യം ഓർക്കണം. അതേപോലെ തന്നെ നീറിസ് എന്താണ്, ഡയേഷ്യസ് ആണെന്നുള്ള കാര്യം ഓർക്കണം. ഓർക്കുമോ? പകുതി ഉറക്കത്തിൽ എവിടെ ഇരിക്കണം, പിന്നെയാണ് ഇനി അത് ഓർക്കാൻ. ഞാനിവിടെ നിന്ന് കഥ പറയണ കാര്യം ഇവിടെ നിന്ന് പ്രസംഗിക്കണ്ടേ അല്ലേ? നിങ്ങളിങ്ങനെ ഏതോ ഒരു ലോകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. റെക്കോർഡർ ക്ലാസ്സാ. ഈ നിങ്ങൾ ഈ ഇരിക്കണ ഇരിപ്പൊക്കെ ചിലപ്പോൾ ഇനി വന്ന പിള്ളേർ കാണും. നിങ്ങളുടെ ഈ മതിമറന്നിരിക്കണത് ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വായിച്ച് നോക്കുക കേട്ടോ. അടുത്തത് ഏറ്റവും ലാർജസ്റ്റ് ഫൈലാണ്. ഏതാണ്? ആർത്രോപോഡ. അതറിയാമായിരുന്നോ ലാർജസ്റ്റ് ഫൈലാന്നുള്ള കാര്യം? എന്തുകൊണ്ടാണ്? അങ്ങോട്ട് ഉറുമ്പ് മുതൽ അവിടെ ഉള്ള സാധനങ്ങൾ മുഴുവനും തന്നെ വരുന്നത്. ഇൻസെക്റ്റുകൾ കൂടുതൽ ഉൾപ്പെടുന്നതുകൊണ്ടാണ് അവയെ ഏറ്റവും ലാർജസ്റ്റ് ഫൈലം എന്ന് പറയാനുള്ള കാരണം. ഓക്കെ, ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. ബൈലാറ്ററലി സിമെട്രിക്കലാണ്, ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, സെഗ്മെൻറ്റഡ് ആവാം അല്ലേ? ഈ ലാർജസ്റ്റ് ഫൈൽ ആയതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ഓർഗാനിസംസ് അതിൻ്റെ അകത്ത് വരാം അല്ലേ? നമ്മൾ ഇത് സ്കോർപ്പിയോൺ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരാം. അവയുടെയൊക്കെ ബോഡിയുടെ പ്രത്യേകത എന്താ? സെഗ്മെൻറ്റഡ് ആണ് ബോഡി വരുന്നത് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. സെഗ്മെൻറ്റഡും ആണ്, സീലോമേറ്റും ആണ് ഇവ വരുന്നത്. ഇനി മറ്റൊരു കാര്യം, ഇവയുടെ ബോഡിയെ കവർ ചെയ്തുകൊണ്ട് ഒരു എക്സോസ്കെലിറ്റൺ പ്രസൻ്റ് ആയിരിക്കും. കൈറ്റിനസ് എക്സോസ്കെലിറ്റൺ എന്നാണ് അതിനെ വിളിക്കുന്നത്. നോട്ട് ചെയ്ത് വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ആർത്രോപോഡിയുടെ ബോഡിയുടെ പ്രത്യേകതയാണ് അവയെ കവർ ചെയ്തുകൊണ്ട് കൈറ്റിനസ് എക്സോസ്കെലിറ്റൺ പ്രസൻ്റ് ആണ്. കാരണം എന്തിനു വേണ്ടിയിട്ടായിരിക്കും? പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് തന്നെ. നമ്മൾ ഈ വണ്ട്, തേള്, സ്കോർപ്പിയോൺ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കഴിയുമ്പോൾ അവയുടെ സ്കിൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. തേളിനെ പിടിക്കാൻ പറ്റൂല. ഏതായാലും വണ്ടെന്ന് പറഞ്ഞ സാധനം മനസ്സിലായില്ലേ? അതിൻ്റെ പുറത്തിനൊരു കട്ടി കൂടുതലുള്ളൊരു സാധനമുണ്ട്. അതാണ് ഇപ്പം ഞാൻ പറഞ്ഞ ഈ കൈറ്റിനസ് എക്സോസ്കെലിറ്റൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഇവയുടെയൊക്കെ ബോഡിയുടെ പ്രത്യേകത, 3ആയിട്ട് ബോഡിയെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഹെഡ്, തൊറാക്സ്, അബ്ഡമൻ, 3 രീതിയിൽ ബോഡിയെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ അവയുടെ കൈ, നമ്മുടെ ഈ കൈ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് എത്ര ജോയിൻറ്റഡാണ് വന്നിരിക്കുന്നത് അല്ലേ? അതേപോലെ തന്നെ അവരുടെ കൈയും എന്താണ്? ജോയിൻറ്റഡ് അപ്പൻഡേജസ് ആയിട്ടാണ് വരുന്നത്. ചുമ്മാ ഒരൊറ്റ എല്ലാണോ? ഒരൊറ്റ എല്ലാണെങ്കിൽ നമുക്ക് വളയ്ക്കാനോ തിരിക്കാനൊന്നും പറ്റില്ല. എൻ്റെ ഇടയ്ക്ക് എന്താണ്? പലതരത്തിലുള്ള ഇഴപ്പിക്കൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് കൈ തിരിക്കാനും മറയ്ക്കാനൊക്കെ പറ്റുന്നത്. സെയിം തന്നെയാണ് അവരിലും വന്നിട്ടുള്ള ജോയിൻറ്റഡ് അപ്പൻഡേജസ് ആണ് അവരിലും വരുന്നത്. ഇനി സർക്കുലേറ്ററി സിസ്റ്റം ഓപ്പൺ ടൈപ്പ് സർക്കുലേറ്ററി സിസ്റ്റം ആണ്. റെസ്പിറേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഒരുപാട് തരത്തിലുള്ള ഓർഗാനിസംസ് ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ഓർഗൻസിൻ്റെ കാര്യം പറയുന്നുണ്ട്. അത് പലതും പലതിലായിട്ടാണ് വരുന്നത്. ഗിൽസ് വരാം, ബുക്ക് ഗിൽസ് വരാം, ബുക്ക് ലങ്സ് വരാം. ഇങ്ങനെ 3 തരത്തിലുള്ള റെസ്പിറേഷനാണ്
ഏതിൽ വരുന്നത്? ഓരോ ഓർഗാനിസത്തിൽ തന്നെയല്ല, ഒരുപാട് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ 3 തരത്തിലുള്ള റെസ്പിറേറ്ററി സിസ്റ്റം അവരിൽ വരുന്നത് കേട്ടോ. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് എക്സ്ക്രീറ്ററി ഓർഗൻ. മാൽപീജിയൻ ട്യൂബ്യൂൾസ് ആണ് എക്സ്ക്രീറ്ററി ഓർഗനായിട്ട് വരുന്നത്. വെരി 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 ഇമ്പോർട്ടൻറ്റ്, നോട്ട് ചെയ്യുക. എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറയുന്നത് മാൽപീജിയൻ ട്യൂബ്യൂൾസ് ആണ്. ഇവരിൽ ഐസ്, കോമ്പൗണ്ട് ഐസ് പ്രസൻ്റ് ആണ്. സിമ്പിൾ ഐസും ഉണ്ടാവും, കോമ്പൗണ്ട് ഐസ് ഉണ്ടാവും. സ്റ്റാറ്റോസിസ്റ്റ് ഉണ്ട്, ആൻറ്റിന ഉണ്ട്, എല്ലാ സംഗതിയും. ആൻറ്റിന എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായോ എന്നാന്ന്? തേനീച്ചയുടെ ഇതിൻ്റെയൊക്കെ ഇങ്ങനെ തലയുടെ മേളിലായിട്ട് ഇങ്ങനെ കൊമ്പ് പോലെയുള്ളൊരു സാധനമല്ലേ പിള്ളേർ, അതിനെയാണ് ഈ ആൻറ്റിന എന്ന് പറയുന്നത് കേട്ടോ. ഇനി അതിൻ്റെ എക്സാമ്പിൾ അതിൽ ഇമ്പോർട്ടൻ്റ്, എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസെക്റ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം. എപ്പിസ്, ഹണിബി, ബോംബെക്സ്, സിൽക്ക് വേം, ലാക്കിഫർ, ലാക്ക് ഇൻസെക്റ്റ്, 3ൻ്റെ പേര് ഓർക്കുക. അതേപോലെ തന്നെ വെക്ടേഴ്സ്. വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ അത് ഉൾപ്പെടുന്ന മോസ്കിറ്റോസ് ആണ്, രോഗം പരത്തുന്ന ആൾക്കാരാണ് അല്ലേ. അനോഫിലസ്, ക്യൂലെക്സ്, ഈഡിസ്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ്, ഗ്രിഗേറിയസ് പെസ്റ്റ് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ലോക്യുസ്റ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനം മതി ആ ഒരു ഏരിയ കംപ്ലീറ്റ് നശിപ്പിക്കാൻ. അങ്ങനെയുള്ള സാധനങ്ങളെയാണ് ഗ്രിഗേറിയസ് പെസ്റ്റുകൾ എന്ന് വിളിക്കുന്നത്. അടുത്താണ് ലിവിങ് ഫോസിൽ. അതും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ലിമുലസ്, കിങ് ക്രാബ് എന്നറിയപ്പെടുന്നതാണ് ലിവിങ് ഫോസിൽ. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്? ലിവിങ് ഫോസിൽ എന്താ സംഗതി? ഫോസിൽ എന്ന് വെച്ചാൽ എന്താ? പഴയത്, അല്ലെങ്കിൽ ഫോസിൽ എന്ന് പറഞ്ഞാൽ ശരിക്കും പഴയതിൻ്റെ അവശിഷ്ടങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലിവിങ് ഫോസിൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതായത് പണ്ട് കാലം മുതലേ ഉള്ളത് ഇപ്പോഴും ജീവനോടെ ഉള്ളവയാണ് ലിവിങ് ഫോസിൽ എന്ന് വിളിക്കുന്നത്. ആ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ. ഓർത്തിരിക്കുക, 2 പേരും ഓർത്തിരിക്കണം. കിങ് ക്രാബ് എന്നും ഓർക്കണം, ലിമുലസ് എന്നും ഓർക്കണം. ഇതാണ് ആർത്രോപോഡ്. അത്രയൊന്ന് ഓടിച്ച് നോക്കിക്കേ. ഓടിച്ച് നോക്കാൻ പറഞ്ഞാൽ നേരം കൊണ്ടിരുന്ന് ഉറങ്ങരുത് കേട്ടോ. മനസ്സിലാവണ്ടോ പറയണേ? ഉറക്കം തൂങ്ങിയാണെങ്കിൽ എന്തെങ്കിലും കേൾക്കണ്ടോ? ഉറക്കം മാറിയാ? ഇച്ചിരി ഞാൻ പറഞ്ഞുറങ്ങുമ്പോൾ പിന്നെ ഇരുന്ന് ഉറങ്ങാനല്ലേ. എന്നാ റിസൾട്ട് തന്നെ? മെയ് എന്താന്നറിയാം? നേരത്തെ എടുക്കുമോ? എല്ലാം നേരത്തെ വരട്ടെ, കാര്യങ്ങളൊക്കെ വേഗം വേഗം പോട്ടെ, സ്പീഡപ്പ് ആവട്ടെ. പ്രാവശ്യം എങ്ങനെയാവും എക്സാമുകളെല്ലാം? പൊതുവെ ശരിയൊക്കെ ടഫല്ലായിരുന്നോ? എക്സാം എപ്പോഴും ടഫാവണേ നല്ലത്. ഇപ്പം എത്ര നാളായി ഇങ്ങനെ ക്ലാസ്സിൽ ഇരിക്കാതെ ആയിട്ട്? ക്ലാസ്സുകളിൽ 1 മാസമാണോ ആയുള്ളൂ? അപ്പോൾ നിങ്ങൾ വീട്ടിലിരുന്ന ഈ സമയത്ത് പഠിക്കണേ ഇങ്ങനെയാ? പഠിക്കുമോ? ഉറങ്ങൂലേ? അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഉച്ച കഴിഞ്ഞ് ഞാൻ എന്തായിരിക്കും ഇവിടെ കാണണേ? ഞാൻ ഇങ്ങനെ മറ്റേ സ്പ്രേ അടിക്കണ സാധനം കൊണ്ടിരിക്കാം. ഒക്കെ എല്ലാവരും മുഖത്തേക്ക് അടിക്കേണ്ടി വരും. ഉറങ്ങിയിരുന്നാലും ഉറങ്ങാതിരുന്നാലും വേണ്ടില്ല, സംഭവങ്ങൾ കിട്ടിക്കോളണം. കാരണം അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്റർ. എന്നിട്ട് ഇനി ആ മിസ്സ് പഠിപ്പിച്ചിട്ട് ഞങ്ങളോട് അത് പറഞ്ഞില്ല എന്ന് ഇത് ഉറക്കത്തിലിരുന്ന് ഞാൻ പറയണ കാര്യം ഉറങ്ങി ഞങ്ങൾ പോകുമ്പോൾ എന്തെങ്കിലും അതിലെ കേൾക്കുള്ളൂ. വീട്ടിൽ ചെന്ന് വായിച്ചോളണം കേട്ടോ, ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിക്കോളണം. നെക്സ്റ്റ് ഫൈലം മൊളുസ്ക. ഏറ്റവും വലുത് ഏതായിരുന്നു?
ആർത്രോപോഡ. സെക്കൻഡ് ലാർജസ്റ്റ് ഫൈലം എന്നറിയപ്പെടുന്നതാണ് മൊളുസ്ക. മൊളുസ്ക എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു സാധനമാണ് നമ്മുടെ പൈല എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പൈല എന്ന് പറഞ്ഞ സാധനം പണ്ടൊക്കെ പാടങ്ങളിലുണ്ടായിരുന്നു. ഞവണിങ്ങ എന്ന് പറയുന്ന സാധനം. അങ്ങനെയാണോ പറയണതെന്ന് എനിക്കറിയാൻ പാടില്ല. ഇതിനെ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. പിക്ചർ കണ്ടോ? അതാണ് അതിൻ്റെ എക്സാമ്പിൾ. അത് വെച്ചിട്ട് ആ സംഭവത്തിനെ വെച്ചിട്ട് പഠിക്കാനായിട്ട് നോക്കുക. ബോഡി അൺസെഗ്മെൻറ്റഡ് ആണ്, ശരിയല്ലേ? ഒരു സെഗ്മെൻറ്റേഷൻ അവരുടെ ബോഡിയിൽ കാണാനില്ല. ബോഡിയെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഹെഡ്, മസ്കുലാർ ഫൂട്ട്. ഈ സാധനം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനീ പറഞ്ഞ പൈലയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഫൂട്ട് കാണാൻ പറ്റില്ല. കാരണം നമ്മുടെ എന്തെങ്കിലും ഒരു പ്രസൻസ് അവിടെ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നടക്കില്ല, ഇങ്ങനെ പതുങ്ങിയിരിക്കണമായിരിക്കും. അപ്പോൾ അവരുടെ ബോഡിയുടെ താഴെയായിട്ട് ചെറിയ രീതിയിൽ 2 കാലുകൾ പോലെ മസ്കുലാർ ഫൂട്ട് പോലെ കാണാൻ പറ്റും. അടുത്ത വിസറൽ ഹമ്പ്, അതിൻ്റെ മേളിലുള്ള സാധനമില്ലേ, അതാണ് വിസറൽ ഹമ്പ് എന്ന് പറയുന്നത്. നിങ്ങൾ ഈ കക്കകളൊക്കെ കണ്ടിട്ടില്ലേ പിള്ളേരെ? അതിൻ്റെ മേളിൽ കാണുമല്ലോ ഒരു സാധനം, അതിനെയാണ് വിസറൽ ഹമ്പ് എന്ന് പറയുന്നത് കേട്ടോ. ഇത് ബൈലാറ്ററലി സിമെട്രിക്കലാണ്, ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് ഇവരിൽ കാണുന്നത്. ഇനി പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിസറൽ ഹമ്പിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന്, കുറേ സ്പോഞ്ചി ആയിട്ടുള്ള കുറേ ടിഷ്യൂസ് ഉണ്ട്. അതിനെ കവർ ചെയ്തുകൊണ്ട് ഒരു കവറിങ് ഉണ്ട്, മാൻഡിൽ എന്ന് പറഞ്ഞാൽ. ഇത്രയും സംഗതികളാണ് വിസറൽ ഹമ്പിൻ്റെ മുകളിൽ കാണപ്പെടുന്നത്. മനസ്സിലായോ? കുറേ സ്പോഞ്ചി ടിഷ്യൂസ്. ഈ ഞവണിങ്ങ എന്ന് പറഞ്ഞ സാധനത്തിന് എടുത്ത് നോക്കിയിട്ടുണ്ടോ? അത് ഭയങ്കര എന്താ പറയുക, സ്പോഞ്ച് പോലെ ഇരിക്കുന്ന സംഭവം അത്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഇവരിൽ കാണപ്പെടുന്ന ഒരു ഫയർ ലൈക്ക് റാസ്പിംഗ് ഓർഗൻ. അതായത് ഇവർ കറക്റ്റായിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കല്ല ചെയ്യുന്നത്. എന്തൊക്കെ ഇങ്ങനെ കരണ്ട് തിന്നുമെന്ന് പറയുന്നത്. ഒരു ഫുഡ് ഐറ്റം കണ്ടാൽ അതിൻ്റെ മേളിലേക്ക് അവർ കവർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ സാധനം കഴിക്കുന്നത്. അതായത് ഒറ്റയടിക്ക് വിഴുങ്ങി കഴിക്കില്ല, ഒരു സമയമെടുത്താണ് ആ ഫുഡ് കഴിക്കുകയുള്ളൂ. അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓർഗൻ ഉണ്ട്. ആ ഓർഗൻ്റെ പേരാണ് റാഡുല. നോട്ട് ചെയ്ത് വെക്കുക. ഫയർ ലൈക്ക് റാസ്പിംഗ് ഓർഗൻ ഫോർ ഫീഡിങ് കോൾഡ് റാഡുല. ഡൈജസ്റ്റീവ് സിസ്റ്റം ഇവരിൽ കംപ്ലീറ്റഡ് ആണ്. റാഡുല പ്രസൻ്റ് ആണ്. ഇനി എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് പൈല, ആപ്പിൾ സ്നെയിൽ, അടുത്ത പിങ്ടാഡ, പേൾ ഓയിസ്റ്റർ, സെപ്പിയ, കട്ടിൽ ഫിഷ്, ലോലിഗോ സ്ക്വിഡ്, ഒക്ടോപ്പസ്, ഡെവിൽ ഫിഷ്, അപ്ലേഷ്യ സീ ഹെയർ, ഡെന്റാലിയം ടസ്ക് ഷെൽ, കീറ്റോപ്ലൂറ കൈറ്റൺ. ഇത്രയും എക്സാമ്പിൾ 2 പേരും സഹിതം പഠിക്കണം. ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് പേളോയിസ്റ്ററിൻ്റെ കാര്യവും മറ്റേ ഇതേപോലെ തന്നെ സീ ഹെയറിൻ്റെ കാര്യം, ഡെന്റാലിയത്തിൻ്റെ കാര്യമൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓർത്തിരിക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ ഇനി എത്ര ഫൈലോടെ ഉണ്ടോയെന്ന് നോക്കിക്കേ. അടുത്തത് എക്കൈനോഡെർമേറ്റ. എക്കൈനോഡെർമേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മനസ്സിൽ വിചാരിക്കേണ്ട കാര്യം നമ്മുടെ സ്റ്റാർ ഫിഷ്. സ്റ്റാർ ഫിഷ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ അല്ലേ? സ്റ്റാർ ഫിഷിനെ ഓർക്കുക. അപ്പോൾ എക്സ്ക്ലൂസീവ്ലി എന്തായിരിക്കും? മറൈൻ ഫോംസ് ആയിരിക്കും. ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് സിമെട്രി ബൈലാറ്ററൽ. ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിൽ 2 തരത്തിലുള്ള സിമെട്രി കാണുന്നുണ്ട്. അത് ഓർത്തിരിക്കണം, എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചോ. 2 തരത്തിലുള്ള സിമെട്രിയാണ് ഇവരിൽ കാണുന്നത്. ലാർവൽ ഫോമിൽ അവർ ബൈലാറ്ററൽ സിമെട്രി ആണെങ്കിൽ അഡൽട്ട് ഫോമിലേക്ക് വരുമ്പോൾ അവരിൽ റേഡിയൽ സിമെട്രി ആയിരിക്കും കാണുന്നത്. കിട്ടിയോ? 2 തരത്തിലുള്ള സിമെട്രി ഒരേ ഒരു ഫൈലത്തിലാണ് കാണപ്പെടുന്നുള്ളൂ. ആ ഫൈലാണ് ഫൈലം എക്കൈനോഡെർമേറ്റ എന്ന് പറയുന്നത്. ലാർവൽ ഫോം കാണുന്നത്, ലാർവൽ ഫോംസിൽ ഏത് സിമെട്രിയാണ് കാണുന്നത്? ബൈലാറ്ററൽ സിമെട്രി ആണെങ്കിൽ അഡൽട്ട് ഫോമിൽ റേഡിയൽ സിമെട്രി ആണ് കാണുന്നത്. ഓർത്തിരിക്കുക. ഡൈജസ്റ്റീവ് ട്രാക്റ്റ് കംപ്ലീറ്റഡ് ആണ്. അതായത് ഒരു ഫുഡ് പാസ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എത്തേണ്ട സ്ഥലങ്ങളിലെല്ലാം അത് എത്തുന്നു. ഡൈജഷൻ പ്രോപ്പറായിട്ടാണ് നടക്കുന്നത്. അതേസമയം ഡൈജഷൻ പ്രോപ്പർ ആണെങ്കിലും അവരിൽ പ്രത്യേകിച്ച് എക്സ്ക്രീറ്ററി ഓർഗൻസ് ഒന്നും തന്നെ പ്രസൻ്റ് ആയിട്ടില്ല. ഇവ ഞാൻ പറഞ്ഞു ഇതിന് എക്സാമ്പിളായിട്ട് ഓർക്കേണ്ട സ്റ്റാർ ഫിഷ് ആണെന്ന്. അപ്പോൾ സ്റ്റാർ ഫിഷ് ഓർക്കണ്ടല്ലോ, സ്റ്റാർ പോലെ ഇരിക്കുന്നത്. അതിൻ്റെ അകത്ത് വാട്ടർ വാസ്കുലാർ സിസ്റ്റം എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ എക്സ്ക്രീഷൻ എഴുതിക്കടെ പോവും, അതിൻ്റെ അകത്തൂടെ പാസ് ചെയ്ത് പൊക്കോളൂ കേട്ടോ.
ഫുഡ് ക്യാപ്ചറിങ്, ലോക്കോമോഷൻ, റെസ്പിറേഷൻ എല്ലാം ആ വാട്ടർ വാസ്കുലർ സിസ്റ്റത്തിലൂടെ പാസ് ചെയ്ത് പോകുന്നതായിരിക്കും. എക്സാമ്പിളാണ് അസ്റ്റീരിയാസ്, സ്റ്റാർഫിഷ്, എക്കൈനസ്, സീ അർച്ചിൻ, ആൻറ്റിഡോൺ, സീ ലില്ലി, കുക്കുമേറിയ, സീ കുക്കുംബർ, ഒഫിയൂറ, ബ്രിട്ടിൽ സ്റ്റാർ. ഇത്രയാണ് എക്കൈനോഡെർമേറ്റയിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് സിമ്മട്രിയുടെ കാര്യമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. വാട്ടർ വാസ്കുലാർ സിസ്റ്റം ഒന്ന് ഓർത്തിരിക്കണം, കാരണം വ്യത്യാസമുണ്ട്. മറ്റേന്ന് പറഞ്ഞാൽ ബോഡി വോൾസിലൂടെ എൻ്റർ ചെയ്തിട്ടല്ലേ, ഇത് ബോഡി അങ്ങനെ ബോഡിക്ക് പോൾസായിട്ട് വരുന്നില്ല, അല്ലാതെ തന്നെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുകയാണ് ചെയ്തത്. കാരണം ഇവർക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ, അതായത് മൗത്ത് ഏനസ് എന്ന് പറഞ്ഞാൽ 2 ഭാഗം തന്നെ ഉണ്ട്, പക്ഷേ ഏനസിലൂടെ എക്സ്ക്രീഷൻ നടക്കുന്നില്ല എന്ന് മാത്രം. അപ്പോൾ അതായത് വായിലൂടെ കയറിയിട്ട് അങ്ങനെ തന്നെ പുറത്തേക്ക് പോകുന്ന രീതിയാണ് വരുന്നത്. മറ്റേ കനാൽ സിസ്റ്റം വേറെയാണ്, അത് പോൾസുള്ള കാരണം കൊണ്ട് കേട്ടോ. നെക്സ്റ്റ് ഹെമികോഡേറ്റ. ഹെമികോഡേറ്റ എന്ന് പറഞ്ഞാൽ കോഡേറ്റയുടെ തൊട്ട് മുമ്പ് വരുന്നതായിരുന്നു ഹെമികോഡേറ്റ. അത് അതിന് എക്സാമ്പിൾ കൊടുത്തേക്കണം നോക്കിയേ. ഒരു എന്താ പറയുന്നത്, നമ്മുടെ എർത്ത് വേം അല്ല, അതേപോലെ തന്നെ വരുന്നൊരു സ്ട്രക്ചർ. പിക്ചറില്ലാത്തൊരു നോക്കിയേക്കുക, അതേപോലത്തെ ഒരു സ്ട്രക്ചറാണ്. ഇവരിൽ റുഡിമെൻ്ററി സ്ട്രക്ചർ എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ പറയില്ലേ തടിച്ചുരുണ്ടിരിക്കുന്ന ഷേപ്പ് എന്ന് പറയില്ലേ, ആ രീതിയിൽ വരുന്ന ഒരു റുഡിമെൻ്ററി സ്ട്രക്ചറാണ് ഇവർക്ക്. നമുക്ക് നോട്ടോകോഡ് ഉണ്ടെങ്കിൽ അവർക്ക് അതേപോലെ തന്നെ സിമിലർ ആയിട്ടൊരു സ്ട്രക്ചർ അവരിൽ വരുന്നുണ്ട്. ആ സ്ട്രക്ചറിന് പറയുന്ന പേരാണ് സ്റ്റോമോകോഡ് എന്നാണ് പറയുന്നത്. നോട്ട് ചെയ്ത് വെക്കുക, സ്റ്റോമോകോഡ്. നമ്മളിലെ കൂട്ട് നോട്ടോകോഡിനെ കൂട്ട് തന്നെ സാമ്യമായിട്ട് വരുന്നതാണ് നമ്മുടെ സ്റ്റോമോകോഡ് എന്ന് പറയുന്നത്. എക്സ്ക്ലൂസീവ്ലി മറൈൻ ഫോംസ് ആണ്, വേം ലൈക്ക് ആണ്. ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ബൈലാറ്ററലി സിമെട്രിക്കൽ, ട്രിപ്ലോബ്ലാസ്റ്റിക്, സീലോമേറ്റ്. ഇതെല്ലാം നിങ്ങൾ ഓർത്തിരിക്കേണ്ട സംഗതികൾ തന്നെയാണ്. 1-2 പ്രാവശ്യത്തിൽ കൂടുതൽ വായിച്ചു കഴിയുമ്പോൾ ഇത് ആയിക്കോളും. അല്ലാതെ ഓരോന്നെടുത്തിട്ട് ബൈഹാർട്ടടിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ നിങ്ങൾക്ക് ആയിക്കോളൂ കേട്ടോ. ഇനി ബോഡിയെ 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രബോസിസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മേളിലിരിക്കുന്ന ഭാഗം നിവർന്നിരുന്നേ. പ്രബോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ് റീജിയൻ ആണ്. അതിൻ്റെ താഴെ കോളാർ റീജിയൻ വരുന്നുണ്ട്. നെക്സ്റ്റ് താഴത്തേക്കുള്ള ഭാഗത്തിന് പറയുന്ന പേരാണ് ട്രങ്ക് എന്ന് പറയും. അപ്പോൾ പ്രബോസിസിൻ്റെ കാര്യം എക്സാമിന് ചോദിക്കാറുണ്ട്, ആ വേർഡ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഇനി ഇവരിൽ നടക്കുന്ന സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഓപ്പൺ ടൈപ്പ് സർക്കുലേറ്ററി സിസ്റ്റമാണ്. ഗിൽസ് പ്രസൻ്റ് ആണ്. ഗിൽസ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? റെസ്പിറേഷന് വേണ്ടിയിട്ട് ഗിൽസ് പ്രസൻ്റ് ആയിട്ടുണ്ട്. എക്സ്ക്രീഷൻ നടക്കാൻ വേണ്ടിയിട്ട് പ്രബോസിസ് ഗ്ലാൻഡുകളുണ്ട്. അണ്ടർലൈൻ ചെയ്യുക, പ്രബോസിസ് ഗ്ലാൻഡ്. ഇനി അതിന് 2 എക്സാമ്പിൾ പഠിച്ചാൽ മതി, ബെലാനോഗ്ലോസസും സാക്കോഗ്ലോസസും. അപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്ന കാര്യം സ്റ്റോമോകോഡ്, പ്രബോസിസ് ഗ്ലാൻഡ് ഓർത്തിരിക്കുക കേട്ടോ. അടുത്തത് കോഡേറ്റ. എന്താണ് ഒരു കോഡേറ്റ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് വരുന്ന മെയിൻ ക്യാരക്ടേഴ്സ് എന്തൊക്കെയായിരിക്കും? എന്താ കോഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിന് എന്ത് വേണം? നോട്ടോകോഡ് വേണം. നോട്ടോകോഡിൻ്റെ തൊട്ട് മേളിലായിട്ട് കാണപ്പെടുന്നതാണ് ഡോർസൽ ഹോളോ നെർവ് കോഡ് എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ പെയേഡ് ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റ്സ്, അതായത് ഫിഷുകളുടെ ഒക്കെ കാണുന്ന രീതിയിൽ ഒരു ഗിൽ സ്ലിറ്റ്സും പ്രസൻ്റ് ആയിട്ട് വരും. ഒരു കോഡേറ്റ ആണെങ്കിൽ ഈ 3 ക്യാരക്ടേഴ്സും അവരിൽ പ്രസൻ്റ് ആയിരിക്കണം. ബൈലാറ്ററലി സിമെട്രിക്കലായിരിക്കും. ട്രിപ്ലോബ്ലാസ്റ്റിക്, ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഒക്കെയാണ് വരുന്നത്. അറിയാം, നമ്മുടെ ക്യാരക്ടേഴ്സൊക്കെ ആയതുകൊണ്ട് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ഒക്കെ ആയിരിക്കും അവരിൽ വരുന്നത്. ഇനി കോഡേറ്റ്സിൻ്റെയും നോൺ കോഡേറ്റ്സിൻ്റെയും കമ്പാരിസൺ പറഞ്ഞിട്ടുണ്ടാകും, നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് പഠിക്കാനുള്ള ഫൈലം കോഡേറ്റിനെ 3 സബ് ഫൈലംസ് ഉണ്ട്. 3 സബ് ഫൈലം ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. യൂറോ കോഡേറ്റ, സിഫാലോ കോഡേറ്റ, വെർട്ടിബ്രേറ്റ. അതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ആദ്യം തന്നെ യൂറോ കോഡേറ്റിനെയും സിഫാലോ കോഡേറ്റിനെയും കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് പ്രോട്ടോ കോഡേറ്റ്സ് എന്നാണ് അവയെ വിളിക്കുന്നത്. മറൈൻ ഫോംസ് ആണ് അവ. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, യൂറോ കോഡേറ്റയിലെ നോട്ടോകോഡ് പ്രസൻ്റ് ആയിട്ടുള്ളത്
ഒള്ളി ലാർവൽ ടെയിലാണ്, അതായത് ലാർവ ആയിരിക്കുന്ന സമയത്താണ് നോട്ടോകോഡ് അതിൻ്റെ ടെയിൽ പോർഷനിലായിട്ട് പ്രസൻ്റ് ആയിട്ടിരിക്കും. നോട്ട് ചെയ്ത് വെക്കുക. അത് സിഫാലോകോഡേറ്റയിൽ അത് ഹെഡ് മുതൽ ടെയിൽ റീജിയൻ വരെ എന്ത് കാണപ്പെടും? എക്സ്റ്റെൻഡ് ചെയ്ത്, അതായത് നമ്മളിലൊക്കെ എങ്ങനെയാണോ കാണുന്നത് ആ രീതിയിൽ ഹെഡ് മുതൽ ടെയിൽ റീജിയൻ വരെ ത്രൂ ഔട്ട് ലൈഫ് സ്പാൻ വരെ കാണപ്പെടും. എത്ര നാൾ ജീവനുണ്ടോ അത്രയും നാളത് കാണപ്പെടും. ആ 2 പോയിന്റ് പ്രത്യേകം ഓർത്തിരിക്കുക, ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ. ഇനി അടുത്തത് അതിൻ്റെ എക്സാമ്പിൾസ്. യൂറോകോഡേറ്റയ്ക്ക് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഏതൊക്കെയാ? നോക്കിയെങ്കിലും വായിച്ചേ എക്സാമ്പിള്. അസിഡിയ, ഇതൊന്നും ബോർഡ് എക്സാമിന് പഠിച്ചിട്ടില്ല. അതിൻ്റെ പഠിക്കാത്തായിരുന്നു. അതിൻ്റെ അകത്ത് അസിഡിയ, ഡോളിയോലം 2 പേരാണെങ്കിലും പഠിച്ചാൽ മതി. സിഫാലോകോഡേറ്റയിൽ ബ്രാൻകിയോസ്റ്റോമ, ആ പേര് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആംഫിയോക്സസ് എന്ന് പറഞ്ഞാൽ ഒരു പേര് അതിൻ്റെ അകത്ത് വരുന്നുണ്ട്, അത് കാരണം കൊണ്ടിട്ട് ബ്രാങ്കിയോസ്റ്റോമ, ആംഫിയോക്സസ് ഓർ. ഇനി അടുത്ത നമ്മുടെ വെർട്ടിബ്രേറ്റയുടെ കാര്യം പറയുമ്പോൾ, വെർട്ടിബ്രേറ്റയുടെ ഞാൻ ആദ്യം പറഞ്ഞു നോട്ടോകോഡ് എപ്പോഴാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്? എംബ്രിയോണിക് സ്റ്റേജിൽ നോട്ടോകോഡ് പ്രസൻ്റ് ആയിട്ടിരിക്കും. ഉറങ്ങണവർ ഉറങ്ങട്ടെ, അവർക്ക് അത്രേ ആവശ്യം ഉണ്ടാവുള്ളൂ. നോട്ടോകോഡ് പ്രസൻ്റ് ആയിട്ടിരിക്കും ഏത് സ്റ്റേജിൽ? എംബ്രിയോണിക് പീരീഡിലാവുമ്പോൾ. അതിനുശേഷം മാറ്റങ്ങൾ വരുമ്പോൾ അത് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? വെർട്ടിബ്രൽ കോളമായിട്ട് കൺവേർട്ട് ചെയ്യും. ആ സെൻറ്റൻസും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. Vertebrata possess notochord during the embryonic period. The notochord is replaced by vertebral column in the adult. നെക്സ്റ്റ് വെർട്ടിബ്രേറ്റയുടെ ഡിവിഷൻ. അഗ്നാത്ത, നാത്തോസ്റ്റൊമേറ്റ. അഗ്നാത്ത എന്ന് പറഞ്ഞാൽ ജോസ് ആബ്സെൻ്റ് ആയിട്ടുള്ളവർ. നാത്തോസ്റ്റൊമേറ്റ എന്ന് പറഞ്ഞാൽ ജോസ് പ്രസൻ്റ് ആയിട്ടുള്ളത്. എന്താണെന്ന് മനസ്സിലായല്ലോ? താടിയുള്ളവരും ഇല്ലാത്തവരും. അതാണ് 2 ഡിവിഷൻ വരുന്നത്. ഏതിൻ്റെയാണ്? വെർട്ടിബ്രേറ്റയുടെ 2 ഡിവിഷൻസാണ്. അതിൻ്റെ അകത്ത് അഗ്നാത്തയിലെ ഫസ്റ്റ് കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, സൈക്ലോസ്റ്റൊമേറ്റ. ക്ലാസ് സൈക്ലോസ്റ്റൊമേറ്റ. ഇതിൻ്റെ അകത്ത് 1-2 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ മെയിനായിട്ടും എക്ടോ പാരസൈറ്റാണ്. എക്ടോ പാരസൈറ്റ് എന്ന് വെച്ചാൽ എവിടെയായിരിക്കും കാണപ്പെടുന്നത്? പുറമേ ആയിട്ട്, ഫിഷസിൻ്റെ ഒക്കെ പുറമേ ആയിട്ടായിരിക്കും അവർ കാണപ്പെടുന്നത്. എന്നിട്ട് ഇവയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ജോസ് എങ്ങനെ ആബ്സെൻ്റ് ആയിട്ട് ഉള്ളവരാലോ, അതായത് താടിയെല്ലില്ലെങ്കിലുള്ള അവസ്ഥ എന്താ, ആ രീതിയായിരിക്കും അവരുടെ മുഖത്തിൻ്റെ ഷേപ്പ് വരുന്നത്. ഇവരിൽ സർക്കുലേറ്റഡ്, അതായത് ജോലസ്, ഈ 2 സംഗതിയൊന്നും ഉണ്ടാവില്ല. ബോഡി എലോങ്ങേറ്റഡ് ആയിരിക്കും. സ്കിന്നിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്കെയിൽസ് ഉണ്ടാവില്ല, ആബ്സെൻ്റ് ആയിരിക്കും. സ്കെയിലില്ലാത്ത ഫിഷസിനാണെങ്കിലും സ്കെയിലില്ലാത്ത ഫിഷസിനെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതേപോലെ തന്നെ വിത്തൗട്ട് സ്കെയിൽസ് ആയിരിക്കും. അതേസമയം ഫിന്നുകൾ പ്രസൻസ് ആയിരിക്കും. എന്താ ഫിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഈ എന്താണ് ഇതിൻ്റെയൊക്കെ സൈഡിൽ നമ്മൾ ഈ മുറിച്ച് കളയുന്ന സംഗതികളില്ലേ, അതിനെയാണ് ഫിൻസ് എന്ന് പറയുന്നത്. ഇവയുടെ വെർട്ടിബ്രൽ കോളം കാർട്ടിലേജിനസ് വെർട്ടിബ്രൽ കോളമാണ്. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഗിൽസ് പ്രസൻ്റ് ആണെന്ന് പറഞ്ഞു. പെയർഡ് ഫിൻസ് പ്രസൻ്റ് ആണെന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെ അകത്ത് 6 to 15 പെയേഴ്സ് ഓഫ് ഗിൽ സ്ലിറ്റ്സ് പ്രസൻ്റ് ആയിരിക്കും. ആ സൈഡിൽ കാണപ്പെടുന്നതിൽ 6 മുതൽ 15 വരെ ഫിൻസ് അതിൻ്റെ അകത്ത് പ്രസൻ്റ് ആയിരിക്കും. ഇമ്പോർട്ടൻ്റ് ആണ്. ആകെ ഒരേ ഇതിലില്ല ഒരു കാണപ്പെടുന്നുള്ളൂ, സൈക്ലോസ്റ്റൊമേറ്റയിൽ മാത്രമാണ് അങ്ങനെ കാണപ്പെടുന്നുള്ളൂ. ആ സെൻറ്റൻസ് അണ്ടർലൈൻ ചെയ്യുക. 6 to 15 പെയേഴ്സ് ഓഫ് ഗിൽ സ്ലിറ്റ്സ്. എക്സാമ്പിൾ പറയുന്നതാണ് പെട്രോമൈസൺ മിക്സിൻ, അല്ലെങ്കിൽ ലാംപ്രേ ഹാഗ് ഫിഷ് എന്നൊക്കെ പറഞ്ഞിട്ട് എക്സാമ്പിളായിട്ട് പറയും.
ഇനി അടുത്ത് ഈ ജോലെസ്സിൽ ആകെ ഒരേ ഒരു ഫിഷിൻ്റെ കാര്യം പഠിക്കാനുള്ളൂ, അതാണ് സൈക്ലോസ്ട്രോമേറ്റ. ഇനി ജോ ഉള്ളവർ 2 രീതിയിൽ അവർ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പഠിച്ചിട്ടുണ്ടാവുന്ന കോൺട്രിക്തസും ഓസ്റ്റിക്തസും ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. കാർട്ടിലേജിനസ് ഫിഷാണ്, ബോണി ഫിഷാണെന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ. ഇപ്പോൾ നിങ്ങൾ ഓർക്കാത്തതാണ്. അവയിലും 1-2 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കോൺട്രിക്തസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വരുന്ന, അതായത് പൈസസിൽ ഫിഷിൻ്റെ ഇതാണ് മെയിനായിട്ട് വരുന്നത്. 2 ക്ലാസ്സുകൾ വരുന്നുണ്ട്, കോൺട്രിക്തസും ഓസ്റ്റിക്തസും. കോൺട്രിക്തസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറൈൻ ഫോംസ് തന്നെയാണ്, സ്ട്രീം ലൈൻഡ് ആണ്. ഒരു ഫിഷിനെ മനസ്സിൽ വിചാരിച്ചോളുക, അതാണ് സംഗതി വരുന്നത്. കാർട്ടിലേജിനസ് എൻഡോസ്കെലിറ്റൻ ആണ്. ഇവരിൽ മെയിൽസിൽ മാത്രം പെൽവിക് ഫിൻസ് ഉണ്ട്. പെൽവിക് എന്ന് വെച്ചാൽ അതിൻ്റെ ടെയിലിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ചെറിയ ഫിൻസ് കാണപ്പെടും, മെയിലിൽ മാത്രം. കാരണം എന്താണെന്ന് വെച്ചാൽ അത് മേറ്റിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് മെയിലിൽ മാത്രം പെൽവിക് ഫിൻസ് പ്രസൻ്റ് ആയിട്ട് വരുന്നത്. മൗത്ത് കാണപ്പെടുന്നത് വെൻട്രൽ പൊസിഷനിലാണ്. എന്ന് ചോദിച്ചാൽ എല്ലാവരും ഓർക്കും അയ്യോ അത് ഏത് പൊസിഷനാണ്. സാധാരണ രീതിയിൽ വരുന്നതിനേക്കാളും കുറച്ചുകൂടെ മേളിലേക്ക് കയറി വരുന്നതിനാണ് വെൻട്രൽ പൊസിഷൻ എന്ന് പറയുന്നത് കേട്ടോ. നോട്ടോകോഡ് ത്രൂ ഔട്ട് ലൈഫ് വരെ ഉണ്ടാകും. സ്കിന്നിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടഫായിട്ടുള്ള സ്കിന്നാണ്. അതായത് നമ്മൾ പറയില്ലേ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കണമെന്ന് പറയില്ല, ആ രീതിയിൽ. പക്ഷേ അതിൻ്റെ അകത്ത് സ്കെയിൽസ് പ്രസൻ്റാണ്. ആ സ്കെയിൽ നമുക്ക് കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാൻ പറ്റില്ല. അതേസമയം നമ്മൾ കൈ ഇങ്ങനെ ഓടിച്ച് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. പ്ലക്കോയിഡ് സ്കെയിൽസാണ് അവരിൽ കാണപ്പെടുന്നത്. വളരെ മൈന്യൂട്ടാണ്, പ്ലക്കോയിഡ് സ്കെയിൽസാണ് കാണപ്പെടുന്നത്. ഈ പ്ലക്കോയിഡ് സ്കെയിൽസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ബാക്ക്വേർഡിലി ഡയറക്റ്റാണ്. ഈ രീതിയിൽ ബാക്കിലേക്ക് അറേഞ്ച് ചെയ്താണ് അവ കാണപ്പെടുന്നത്. അപ്പം നമ്മൾ കൈ ഇങ്ങനെ ഓടിച്ച് നോക്കിയാൽ നമ്മുടെ കൈ മുറിയും, അത്രയും ഷാർപ്പാണ്. അത് പ്രെഡേഷ്യസ് ആണ് ഇവ. എന്നുവെച്ചാൽ ഇര പിടിക്കാനായിട്ട് അവർ ഈ സ്കെയിൽസ് വെച്ചിട്ട് തന്നെ അവർ പിടിക്കുക. അപ്പോൾ ഓർത്ത് നോക്കിയ ആ സാധനത്തിന് എന്തുമാത്രം ഇല്ലേ, നമ്മുടെ കൈ ഓടിക്കുമ്പോൾ നമ്മുടെ കൈ മുറിയണമെങ്കിൽ ആ സ്കെയിൽസ് വെച്ചിട്ട് അവർക്ക് എന്താണ് പ്രെഡേഷ്യസ് ആയതുകൊണ്ട് തന്നെ ഇര പിടിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നവയാണ്. ഇനി ഒരുപാട് സാധാരണ രീതിയിൽ ഫിഷിനുള്ള രീതിയിൽ തന്നെ ഗിൽ സ്ലിറ്റ്സ് ഉണ്ട്. പക്ഷേ നിങ്ങൾ കണ്ടിട്ടില്ലേ മീൻ ചെകിള എന്ന് പറഞ്ഞ സാധനം, ഇവർക്ക് അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓപ്പർക്കുലം എന്ന് വിളിക്കും. ഈ ഓപ്പർക്കുലം ഇവർക്ക് എന്തായിരിക്കും, ആബ്സെൻ്റ് ആയിരിക്കും. ആ ചെകിള എന്ന് പറഞ്ഞ സാധനം ഇവർക്ക് ഉണ്ടാവില്ല. പിന്നെ അതേപോലെ തന്നെ എയർ ബ്ലാഡർ ആബ്സെൻ്റ് ആണ്. അപ്പോൾ സാധാരണ രീതിയിൽ എയർ ബ്ലാഡർ ഉള്ള മീനുകളാണ് വെള്ളത്തിൽ ഫുൾ ടൈം ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നത്. എയർ ബ്ലാഡർ ഇല്ലാത്തവരെന്ത് ചെയ്യും, കുറച്ച് സമയം മുകളിലേക്ക് വന്നിട്ട് പിന്നെ അത് താഴത്തേക്ക് പോകും. നമ്മൾ ഈ അക്വേറിയത്തിൽ തന്നെ ചില ഫിഷുകൾ ഉണ്ടല്ലേ താഴെ മാത്രം ഇങ്ങനെ അധിക ടൈമും താഴെ ഇരിക്കുന്ന ഫിഷുകൾ കണ്ടിട്ടില്ല. അങ്ങനെയുള്ളവരിൽ എയർ ബ്ലാഡർ എന്തായിരിക്കും, ആബ്സെൻ്റ് ആയിട്ടുള്ളവയായിരിക്കും. അപ്പോൾ പ്ലക്കോയിഡ് സ്കെയിൽ എന്നുള്ളത് നോട്ട് ചെയ്ത് വെച്ചോളുക. പിന്നെ ഇവ പ്രിഡേഷ്യസ് ആയിട്ടുള്ള ഫിഷുകളാണെന്ന് പറഞ്ഞു. ഇര പിടിക്കാൻ കഴിവുള്ളവ ആയതുകൊണ്ട് തന്നെ അവയിൽ പലതരത്തിലുള്ള ഓർഗൻസ് വരും. ഇലക്ട്രിക് ഓർഗൻസ് കേട്ടിട്ടില്ലേ നിങ്ങൾ, ഈൽ എന്ന് പറഞ്ഞ ഫിഷിനെ കുറിച്ചൊക്കെ. അതേപോലെ തന്നെ പോയിസണസ് സ്റ്റിങ്ങുകളുള്ളത്, അവരുടെ ആ ഫിൻസിലൊക്കെ ചിലപ്പോൾ പോയിസൺ ഉള്ളതായിരിക്കും. അത് വെച്ച് മറ്റുള്ളവർ ജസ്റ്റ് ഒന്ന് കുത്തിയാൽ മതി ആ സാധനങ്ങൾ ചത്തുപോകാൻ, ആ രീതിയിലുള്ളവയായിരിക്കും കേട്ടോ. എക്സാമ്പിളാണ് സ്കോളിയോഡോൺ, പ്രൈസ്റ്റിസ്, കാർക്കറോഡോൺ, ട്രൈക്കൺ, അങ്ങനെയുള്ള ഫിഷുകളൊക്കെയാണ് അതിന് എക്സാമ്പിളായിട്ട് വരുന്നത്. നെക്സ്റ്റ് ഓസ്റ്റിക്തസ്. അപ്പോൾ കോൺട്രിക്തസിൽ ഇമ്പോർട്ടൻ്റ് ഏതാണ്, പ്ലക്കോയിഡ് സ്കെയിൽസിൻ്റെ കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഓപ്പർക്കുലം ആബ്സെൻ്റ് ആണെന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ഓസ്റ്റിക്തസ് എങ്ങനെയായിരിക്കും, മറൈൻ ഫോംസും വരുന്നുണ്ട്, ഫ്രഷ് വാട്ടർ ഫോംസും വരുന്നുണ്ട്. മറ്റേതിൽ കോൺട്രിക്തസിൽ കാർട്ടിലേജിനസ് എൻഡോസ്കെലിറ്റൺ ആണെങ്കിൽ ഇവരിൽ ഏത് എൻഡോസ്കെലിറ്റൺ വരും, ബോണി എൻഡോസ്കെലിറ്റൺ ആയിട്ട് വരും. 2 തരത്തിലുള്ള സ്കെയിൽസ് വരുന്നുണ്ട്, സൈക്ലോയിഡ് ഓർ ടീനോയിഡ് സ്കെയിൽസ്. അതായത് റൗണ്ട് ഷേപ്പിലാണ് ഇവരിൽ എന്ത് വരുന്നത്, സ്കെയിലിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ റൗണ്ട് ആയിരിക്കും, നല്ല വട്ടത്തിൽ കാണുന്ന സ്കെയിൽസ് ആയിരിക്കും. അത് നമുക്ക് കണ്ണും കൊണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പ്ലക്കോയിഡ് സ്കെയിൽസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതേസമയം ടീനോയിഡ് അല്ലെങ്കിൽ സൈക്ലോയിഡ് സ്കെയിൽ ആണെങ്കിൽ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. മൗത്ത് ടെർമിനൽ പൊസിഷനിലായിരിക്കും. അതായത് സാധാരണ ഒരു മീനെ കാണുമ്പോൾ അതിൻ്റെ മൗത്ത് എവിടെയാണോ ആ രീതിയിൽ തന്നെയായിരിക്കും കാണുന്നത്. ജോസ് പ്രസൻ്റ് ആണ്. പിന്നെ
അവരുടെ ഗിൽസിനെ കവർ ചെയ്തിട്ട് ഓപ്പർക്കുലം പ്രസൻ്റ് ആയിരിക്കും. ആ കവറിങ് വേയിൽ പ്രസൻ്റ് ആയിരിക്കും. എയർ ബ്ലാഡറും ഉണ്ടാവും. അപ്പോൾ ഫുൾ ടൈം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള കഴിവ് അവരിൽ ഉണ്ടാവും. ഇനി മറൈൻ ഫിഷ്, ഫ്രഷ് വാട്ടർ അക്വേറിയം, ഇങ്ങനെ കുറച്ച് ഫിഷുകളുടെ പേര് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നോക്കുക. എക്സോസീറ്റസ്, ഹിപ്പോക്യാമ്പസ്, ലേബിയോ, അതേപോലെ തന്നെ ബീറ്റ ഫിഷിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഫൈറ്റിംഗ് ഫിഷ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ടീറോഫൈലം, അങ്ങനെയുള്ള എക്സാമ്പിളുകൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. ഇനി അടുത്തത് ആംഫീബിയൻസിൻ്റെ കാര്യം ഇപ്പോൾ ഓർക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം ഉച്ച കഴിഞ്ഞാൽ ആംഫീബിയൻ്റെ കാര്യമാണ് പഠിക്കാൻ പോകുന്നത് അല്ലേ. ഇതിനെക്കുറിച്ചാണ് പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രോഗിനെ കുറിച്ച്. ഏകദേശം സെയിം ആയിട്ടുള്ള ക്യാരക്ടർ തന്നെയാണ് വരുന്നത്. ഏകദേശം എന്നല്ല, സെയിമാണ്, ക്യാരക്ടർ സെയിമാണ്. 1-2 കാര്യത്തിൽ മാത്രം അഡീഷണൽ പോയിന്റ് വരുമെന്ന് മാത്രം. എന്തുകൊണ്ടാണ് ആംഫീബിയൻസ് എന്ന് വിളിക്കുന്നത്? കരയിൽ വെള്ളത്തിലും കാണപ്പെടുന്നതുകൊണ്ടാണ് അവയെ ആംഫീബിയൻസ് എന്ന് വിളിക്കുന്നത്. ബോഡിയെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഹെഡ്, ട്രങ്ക് എന്ന് പറഞ്ഞാൽ 2ആയിട്ടാണ് ബോഡി ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ടെയിൽ പ്രസൻ്റ് ആണോ വയ്ക്കുക? ടെയിൽ പ്രസൻ്റ് ആണ് ലാർവൽ സ്റ്റേജിൽ കേട്ടോ. സ്കിന്നിൻ്റെ പ്രത്യേകത എന്താണ്? മോയിസ്റ്റ് സ്കിന്നാണ്. ഫ്രോഗിൻ്റെ എടുത്താൽ തന്നെ അറിയാം, ഭയങ്കരമായിട്ട് മോയിസ്റ്റ് ആയിട്ടുള്ള സ്കിന്നാണ് അവരിൽ. ഇനി ഇവരിൽ അലിമെൻ്ററി കനാല്, യൂറിനറി ട്രാക്റ്റ്, റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റ്, ഇതിനെല്ലാത്തിനൂടെയും കൂടി കോമൺ ആയിട്ടൊരു ഓപ്പണിംഗ് മാത്രമേ വരുന്നുള്ളൂ. ആ ഓപ്പണിങ്ങിനെ വിളിക്കുന്ന പേരാണ് ക്ലോയാക്ക. നോട്ട് ചെയ്ത് വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അലിമെൻ്ററി, യൂറിനറി, റീപ്രൊഡക്റ്റീവ്, ഇതെല്ലാത്തിനൂടെയും കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് ക്ലോയാക്ക. റെസ്പിറേഷൻ നടക്കുന്ന 3 സംഭവം വഴിയായിട്ടാണ്. ലങ്സ്, സ്കിന്ന്, ഗിൽസ്, ഇങ്ങനെ 3 തരത്തിലുള്ള റെസ്പിറേഷൻ നടക്കുന്നുണ്ട്. ഹാർട്ടിൻ്റെ പ്രത്യേകത എവിടെയെങ്കിലും പറഞ്ഞായിരുന്നോ ഹാർട്ടിൻ്റെ കാര്യമൊക്കെ? ഇല്ല. 3 ചേമ്പേർഡ് ഹാർട്ടാണ് അവരിൽ കാണുന്നത്. കോൾഡ് ബ്ലഡഡ് ആണ്. എന്താണ് കോൾഡ് ബ്ലഡഡ്? എന്താ കോൾഡ് ബ്ലഡഡും വാം ബ്ലഡഡ് എന്ന് വെച്ചാൽ എന്താണ് സംഭവം? നമ്മളേതാ? എന്തുകൊണ്ടാണ്? നമുക്ക് കറക്റ്റായിട്ട് ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അല്ലേ. നമ്മൾക്ക് എന്താ സ്ഥിരമായിട്ടൊരു ബോഡി ടെമ്പറേച്ചർ ഉണ്ടാവും. പക്ഷെ കോൾഡ് ബ്ലഡഡിന് അങ്ങനെയല്ല, വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കും. അതായിട്ടാ. ഇനി അവയുടെ കിഡ്നി മീസോനെഫ്രിക് എന്ന് പറയുന്നുണ്ട്. മീസോനെഫ്രിക് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, അധികം എംബ്രിയോണിക് സ്റ്റേജിൽ ഉള്ള കിഡ്നീനെ വിളിക്കുന്ന പേരാണ് മീസോനെഫ്രിക് എന്ന്. നമ്മുടെയിലേക്ക് വരുമ്പോൾ അത് നമ്മൾ വലുതാകും തോറും മെറ്റാനെഫ്രിക് ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾക്കറിയാലോ, നമ്മൾ ചെറുതായിട്ടിരിക്കുമ്പോൾ നമ്മുടെ ബോഡി കിഡ്നിയിൽ നടക്കുന്ന ഫങ്ഷൻ ആയിരിക്കില്ല, നമ്മൾ വലുതാകും തോറും കിഡ്നിയിൽ നടന്നുകൊണ്ടിരിക്കുക. അതാണ് പേരിന് വ്യത്യാസം വരുന്നത് കേട്ടോ. സെക്സസ് സെപ്പറേറ്റഡ് ആയിരിക്കും. ലാർവൽ സ്റ്റേജിൽ ഇവയെ ടാഡ്പോൾ എന്ന് വിളിക്കും. അതിനുശേഷം അത് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? അഡൾട്ടായിട്ട്. ആ ലാർവയിൽ നിന്ന് അഡൾട്ട് ആവുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് മെറ്റാമോർഫോസിസ് എന്ന് പറയുന്നത് കേട്ടോ. അതൊന്ന് ഓർത്ത് ചെയ്ത് വയ്ക്കുക. എക്സാമ്പിൾ ബഫോ, റാണ, ഹൈല, സലമാൻഡ്ര, ഇക്തിയോഫിസ്. ഇക്തിയോഫിസ് നോട്ട് ചെയ്തേ. ലിംബലസ് ആംഫീബിയാണ് ഇക്തിയോഫിസ്. നെക്സ്റ്റ് റെപ്റ്റീലിയ. റെപ്റ്റീലിയ എന്ന് പറഞ്ഞാൽ ഏതാ വരുന്നത്? റെപ്റ്റൈൽസ് ഏതാ? പാമ്പ് ഉൾപ്പെടുന്ന അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുന്നത്. ബോഡിയെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? ഹെഡ്, നെക്ക്, ട്രങ്ക്, ടെയിൽ, അത്രയായിട്ട് അവയെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. റെസ്പിറേഷൻ ലങ്സ് വഴിയായിട്ടാണ് നടക്കുന്നത്. ഹാർട്ടിന് 3 ചേംബറുകൾ വരുന്നുണ്ട്. സാധാരണ 4 ചേംബറുള്ള ഒരു റെപ്റ്റീലിയ വരുന്നുണ്ടല്ലോ. ഏതാ? 4 ചേംബേർഡ് വരുന്നുണ്ട്. ക്രൊക്കഡൈലിന് മാത്രം വ്യത്യാസമുണ്ട്. നോട്ട് ചെയ്ത് വെച്ചോളുക. ഇൻ ക്രൊക്കഡൈൽസ് ഹാർട്ട് ഈസ് 4 ചേംബേർഡ്. 2 ഓറിക്കിളും വരും, 2 വെൻട്രിക്കിളും വരും. അതേപോലെ തന്നെ റെപ്റ്റൈൽസിന് മറ്റൊരു പ്രത്യേകതയുണ്ട്, അവരുടെ RBC ന്യൂക്ലിയേറ്റഡ് ആണ്. ആ കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഇനി കിഡ്നീസ് മെറ്റാനെഫ്രിക് ആണ്. പിന്നെ അതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്ന ക്രൊക്കഡൈൽസ്, അമോണോടെലിക്, ടർട്ടൈൽസ്, അലിഗേറ്റേഴ്സ് ഒക്കെ യൂറിയോടെലിക് എന്ന് വെച്ചാൽ അവരിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റിൽ ഏതാണോ കൂടുതലായിട്ട് വരുന്നത്. അമോണോടെലിക് എന്ന് പറഞ്ഞാൽ അമോണിയ കൂടുതലായിട്ട് വരുന്നവരായിരിക്കും. യൂറിയോടെലിക് എന്ന് പറഞ്ഞാൽ യൂറിയ കൂടുതലായിട്ട് വരുന്നവർ. യൂറിക്കോടെലിക് എന്ന് പറഞ്ഞാൽ യൂറിക് ആസിഡ് കൂടുതലായിട്ട് വരുന്നവർ. അതാണ് ആ ഓരോ പേര് അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ.
മെറ്റാമോർഫോസിസ് എന്ന് പറഞ്ഞ പരിപാടിയൊന്നും വരില്ല. അതായത് നോർമലായിട്ട് തന്നെയുള്ള ഇതാണ് നടക്കുന്നത്. നെക്സ്റ്റ് ഏപ്സ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏപ്സിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഫസ്റ്റ് തന്നെ എന്താണ് ക്യാരക്ടേഴ്സ് പറയുമ്പോൾ ഫെതേഴ്സ് പ്രസൻ്റ് ആണ്. ഫ്ലൈ ചെയ്യാൻ പറ്റുന്നവയുണ്ട്, അല്ലാത്തതുമായിട്ടുള്ളതുണ്ട്. ബീക്ക് പ്രസൻ്റ് ആയിട്ടുണ്ട്. അവയുടെ ഫോർ ലിംസ് മോഡിഫൈ ചെയ്ത് വിങ്സ് ആയിട്ടും ഹൈ ലിംസ് മോഡിഫൈ ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാണ്? വാക്കിങ്, സ്വിമ്മിങ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുമാണ്. സ്കിന്നിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡ്രൈ സ്കിന്നാണ്, പക്ഷേ നമുക്കത് നോക്കുമ്പോൾ അത്ര ഡ്രൈ ആയിട്ട് തോന്നില്ല. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അവയുടെ ടെയിൽ റീജിയനിലേക്ക് വരുന്തോറും ഓയിൽ ഗ്ലാൻസ് പ്രസൻ്റ് ആയിട്ടുണ്ട്. അതാണ് നമ്മൾ ഈ കാക്കയുടെ ഒക്കെ ആണെങ്കിൽ പുറമെ നോക്കുകയാണെങ്കിൽ നല്ല മിനുസായിട്ട് ഇരിക്കുന്ന രീതിയിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള കാരണം. ഓയിൽ ഗ്ലാൻസ് അതിൻ്റെ പുറമെ പ്രസൻ്റ് ആണ്. അതായത് ഇങ്ങനെ ഓയിൽ സെക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അതുകൊണ്ടാണ് കേട്ടോ. സ്വെറ്റ് ഗ്ലാൻസ് ഇവയ്ക്ക് ആബ്സെൻ്റ് ആണ്. ഇനി ഇവയുടെ എൻഡോസ്കെലിറ്റൻ്റെ പ്രത്യേകത ഫുള്ളി ഓസിഫൈഡ് ബോണി സ്കെലിറ്റൻ ആണ്. എന്ന് വെച്ചാൽ എന്താ? ന്യൂമാറ്റിക് ബോൺസ് ആണ് ഇവ. ഇവരുടെ എല്ലുകളുടെ പ്രത്യേകത എന്താ? നമ്മുടെ എല്ലിൻ്റെ ഉള്ളിൽ എന്നാ ഉള്ളത്? ബോണിൻ്റെ ഉള്ളിൽ ടിഷ്യൂവാ. ബോൺ മാരോസ് പ്രസൻ്റ് ആണ്. മജ്ജ എന്ന് പറഞ്ഞിട്ടല്ലേ ചിക്കൻ്റെ ഒക്കെ എല്ലിൻ്റെ ഉള്ളിൽ കാണുന്ന സാധനമില്ലേ? പക്ഷെ ഇവരുടെ എല്ലിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല, ഒരു ഹോളോയാണ്. അങ്ങനെയുള്ള ബോൺസിന് പറയുന്ന പേരാണ് ന്യൂമാറ്റിക് ബോൺസ് എന്നാണ് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഫ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർക്ക് ന്യൂമാറ്റിക് ബോൺസ് പ്രസൻ്റ് ആയിട്ടുള്ളത്. നോട്ട് ചെയ്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത് അവയുടെ അലിമെൻ്ററി കനാലിൻ്റെ പ്രത്യേകത. അലിമെൻ്ററി കനാലിൽ 2 തരത്തിലുള്ള പോർഷൻസ് വരുന്നുണ്ട്. ക്രോപ്പ്, ഗിസാഡ് എന്ന് പറഞ്ഞ സാധനം. ക്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് സ്റ്റോർ ചെയ്യുന്നതും, ഗിസാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ക്രഷ് ചെയ്യുന്നതായിട്ടുള്ള പോർഷനാണ് ഗിസാഡ് എന്ന് പറയുന്നത്. ക്രോപ്പ്, ഗിസാഡ് കേട്ടോ. ക്രോപ്പ്, ഗിസാഡ്. ഗിസാഡ് അല്ല, ഗിസാഡ്. അലിമെൻ്ററി കനാലിൽ 2 പോർഷൻസ് ആണ്. ഗിസാഡ് പ്രത്യേകം ഓർക്കുക, ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഹാർട്ടിന് 4 ചേമ്പേർഡ് ഹാർട്ടാണ്. യൂറിനറി ബ്ലാഡർ ഇവരിൽ ആബ്സെൻ്റ് ആണ്. ആ കാര്യം അറിയില്ലെങ്കിൽ ഒന്ന് ഓർത്തിരുന്നോളുക. ഒവിപാരസ് ആണ്. എന്ന് വെച്ചാൽ എന്താണെന്നറിയാലോ? ഒവിപാരസ് എന്ന് പറഞ്ഞാൽ മുട്ടയിടുന്നവരാണ് ഇവ. ഇനി അതിന് എക്സാമ്പിൾ വരുന്ന ക്രോ, പീജിയൻ, പാരറ്റ്. അതിൻ്റെ എക്സാമ്പിൾ അത്ര അറിഞ്ഞില്ലെങ്കിലും പ്രശ്നമില്ല, കാരണം ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല കേട്ടോ. അടുത്ത മമേലിയ. മമേലിയയുടെ പ്രത്യേകത എന്തായിരിക്കും? മെയിനായിട്ടുള്ള കാര്യം മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതേപോലെ തന്നെ സ്കിന്നിൻ്റെ പുറത്ത് നമുക്ക് ഹെയറുകൾ പ്രസൻ്റ് ആണെന്നുള്ളതും മാമൽസിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. എൻഡോസ്കെലിറ്റൻ ബോണിയാണ്. നമ്മുടെ ഡെൻറ്റേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്പായിട്ടുള്ള ടീത്തുകൾ നമ്മൾ കാണുന്നുണ്ട്. അതേപോലെ തന്നെ എക്സ്റ്റേണൽ ഇയേഴ്സ് ഉണ്ട് നമുക്ക്, അല്ലേ? ഇനി റെസ്പിറേഷൻ നടക്കുന്ന ഏത് വഴിയായിട്ടാണ്? ലങ്സ് വഴിയായിട്ടാണ്. ഹാർട്ടിന് എത്ര ചേമ്പർ ഉണ്ട്? 4 ചേമ്പേർഡ് ഹാർട്ടാണ്. നമ്മളെങ്ങനെയാണ്? മാമൽസ് ആർ മോസ്റ്റ്ലി ഒവിപാരസ് ഓർ വിവിപാരസ്? വിവിപാരസ്. ഇനി ഒവിപാരസ് ആയിട്ടുള്ള ഒരു മാമലുണ്ട്. ഏതാണത്? പ്ലാറ്റിപ്പസ്. അത് നോട്ട് ചെയ്ത് വെച്ചാൽ എക്സാമ്പിളിൽ കിടക്കുന്നുണ്ട്. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ വരുന്ന കാര്യങ്ങൾ. വേഗം ആ ക്ലാസ് ഡിസ്കഷൻ എടുത്തേ. ആ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിക്കേ. 15 ക്വസ്റ്റ്യൻ ഉണ്ട്, നോക്കിക്കേ. അത് കിട്ടുമോ ഉറങ്ങിയിരുന്നിട്ട്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ കറക്റ്റ് ഫീച്ചർ യൂസ്ഡ് ആസ് എ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഇൻ ആനിമൽസ്? ഏതാ? ആനിമൽസിനെ എന്തിൻ്റെ എല്ലാം ബേസിസിൽ ക്ലാസിഫൈ ചെയ്തേക്കുന്നു? നമ്മൾ ആദ്യം കുറേ കാര്യങ്ങൾ പറഞ്ഞില്ലേ? സീലോമിൻ്റെ കാര്യം, സെല്ല് അറേഞ്ച് ചെയ്തേക്കുന്ന കാര്യം, സിമ്മട്രിയുടെ കാര്യം. ഇത്രയാണ് 3 ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. 4ാമത്തെ ഓപ്ഷൻ ഏതാ? ഓൾ ഓഫ് ദീസ് ആണ്. അപ്പോൾ ഏതാ ആൻസർ വരുന്നത്? ഓൾ ഓഫ് ദീസ് ആണ്. അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കോമൺ എമംഗ് മാമൽസ്? മാമൽസിൽ അധികവും കോമൺ ആയിട്ട് വരുന്ന ഒരു ഫീച്ചർ ഏതാണെന്ന് മാമൽസിൽ ശ്രദ്ധിക്കണം. ഏതായിരിക്കും? ഹെർമാഫ്രോഡൈറ്റാ? വേറെ ആർക്കും മനസ്സിലായില്ല, കാരണം അതെന്താന്ന് വേറെ ആർക്കും
എല്ലാ മാമൽസും കാർണിവോറസ് ആയിരിക്കുമോ? അത് തന്നെ. ദേ ഹാവ് ഡോർസൽ ഹോളോ നെർവ് കോഡ്. നമ്മുടെ ആ വെർട്ടിബ്രൽ കോളത്തിന് മുമ്പ്, അതായത് നോട്ടോകോഡ് ആണല്ലോ, അന്നേരം അതിൻ്റെ ആ തൊട്ട് മേളിലായിട്ട് ഇങ്ങനെ ഒരു ഹോളോ ആയിട്ട്, അതായത് നമ്മളൊരു പൈപ്പ് എന്ന് പറയൂലേ, ആ രീതിയിലൊരു പോർഷൻ വരുന്നുണ്ട്. അതിനെയാണ് ഡോർസൽ ഹോളോ നെർവ് കോഡ് എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ്, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് എ റേഡിയലി സിമെട്രിക്കൽ ഡിപ്ലോബ്ലാസ്റ്റിക് ആനിമൽ? എൻ്റെ മക്കൾ പറയൂ അത്. സ്പോഞ്ചില, യൂസ്പോഞ്ചിയ, അസ്റ്റീരിയാസിസ്, ഫൈസാലിയ. നോക്കി കണ്ടുപിടിച്ചേ, നോക്കി കണ്ടുപിടിക്കാൻ. എൻ്റെ അത് സൊല്യൂഷൻ ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ കണ്ടുപിടിച്ചോ, ഉറക്കമൊന്ന് പോട്ടെ. പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? മനസ്സിലാവണ്ടോ പറയണത്? കേൾക്കണ്ട? ഏതാണ്? ഓരോ ക്യാരക്ടർ വെച്ചും ബുക്ക് മറിച്ച് 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 നോക്കണമല്ലോ. ഫൈസാലിയാണ് ആൻസർ വരുന്നത്. അടുത്തത്, ദ കനാൽ സിസ്റ്റം ഇൻ സ്പോഞ്ചസ് ഈസ് ഡ്യൂ ടു. ഏത് ആൻസർ വരുന്നത്? ഹോൾഡിംഗ് ഓഫ് ഇന്നർ വാൾസ്, ഗ്യാസ്ട്രോവാസ്കുലാർ സിസ്റ്റം, റീപ്രൊഡക്ഷൻ, പോറസ് വാൾസ്. പോറസ് വാൾസ്. പ്ലക്കോയിഡ് സ്കെയിൽ ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് സ്കോളിയോഡോൺ. അടുത്തത്, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് എ സബ് ഫൈലം വെർട്ടിബ്രേറ്റ? ഏതാ? പ്രസൻസ് ഓഫ് നോട്ടോകോഡ് ഇൻ ദ അഡൽട്ട്. എപ്പോഴാണ് കാണപ്പെടുന്നത്? എംബ്രിയോണിക് പീരീഡിൽ മാത്രം. അടുത്ത, സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. മൊളുസ്കാസ് ഹാവ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ബുക്ക് മറിച്ച് നോക്കണം. മൊളുസ്ക ആർ സീലോമേറ്റ്. അതിനൊരു റാഡുല എന്ന് പറഞ്ഞ ഫൈൽ ലൈക്ക് റാസ്പിംഗ് ഓർഗൻ ഉണ്ട്. ഓൾ ഓഫ് ദീസ് ഏതായിരിക്കാം? റാഡുല ഉണ്ടെന്നോ? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ കാര്യം അതിൻ്റെ അകത്ത് എൻ്റെ റാഡുല ഉണ്ടെന്ന്. ഏതാണ്? ഓൾ ഓഫ് ദീസ് ആണ് വരുന്നത് കേട്ടോ. അടുത്തൊന്ന് ചെയ്ത് നോക്കി. അങ്ങനെ ഇൻ സ്പോഞ്ചസ് വാട്ടർ എൻറ്റേഴ്സ് ത്രൂ മൈന്യൂട്ട് പോഴ്സ്. ഞാൻ പറഞ്ഞു ആ പേര് നിങ്ങളെല്ലാം പഠിച്ചിരിക്കണമെന്ന് അന്നേരം ഞാൻ പറഞ്ഞായിരുന്നു. ഡാഷ് പ്രസൻറ്റ് ഇൻ ദ ബോഡി വോൾ ഇൻ ടു എ സെൻട്രൽ ക്യാവിറ്റി ഡാഷ് ഫ്രം വേർ ഇറ്റ് ഗോസ് ഔട്ട് ത്രൂ ഡാഷ്. എക്സ് വൈ സെഡ് ഏതൊക്കെയാ? ഓസ്റ്റിയ, സ്പോഞ്ചോസീൽ, ഓസ്കുല. അടുത്ത, സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ ഓഫ് ആനിമൽ ഗ്രൂപ്പ്സ് വിച്ച് പൊസസ് ട്രൂ സീലോം. എന്ന് വെച്ചാൽ സീലോം പ്രസൻ്റ് ആയിട്ടുള്ള ആരൊക്കെയാണ്? എക്കൈനോഡെർമേറ്റയും ഹെമി കോഡേറ്റയും കോഡേറ്റയിലുമാണ് സീലോം പ്രസൻ്റ് ആയിട്ട് വരുന്നത്. അടുത്ത, ഐഡൻറ്റിഫൈ ചെയ്യാൻ ഏതാണെന്ന് വല്ല ഐഡിയ ഉണ്ടോ? പിക്ചർ ഒറേലിയാണ് ഇത് കേട്ടോ. ജെല്ലി ഫിഷ് അങ്ങനെ വരില്ല. ജെല്ലി ഫിഷിന് ആ ജെല്ലീസ് കൂടുതൽ വരും, കോമ്പ് ജെല്ലീസ് എന്ന് പറഞ്ഞിട്ട്. അടുത്തത്, ഇൻകറക്റ്റ്ലി മാച്ച്ഡ് ആയിട്ടുള്ള ഏതാണെന്ന്? ട്രീ ഫ്രോ, ഹൈല, ഗാർഡൻ ലിസാർഡ്, ഹെമിഡാക്ടൈലസ്, ഫൈറ്റിംഗ് ഫിഷ് ബീറ്റ, ട്രീ ലിസാർഡ്, ക്യാമിലോ. ഞാൻ പറയട്ടെ, ഇതാണ് ഞാൻ പറഞ്ഞ അതിൻ്റെ എക്സാമ്പിൾ എല്ലാം പഠിക്കണത്. എക്സാമ്പിൾ വെച്ചിട്ട് മാത്രം ചോദിച്ചാണ് ക്വസ്റ്റ്യനാണത്. ഏതാണ്? ഫൈറ്റിംഗ് ഇൻകറക്റ്റ്ലി മാച്ച്ഡ് എന്ന ക്വസ്റ്റ്യൻ. ഞാൻ ഫൈറ്റിംഗ് ഫിഷിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന്. എന്നിട്ട് അത് തന്നെ തിരിച്ചു പറയണം. സെക്കൻഡ് ഓപ്ഷനാണ് ഗാർഡൻ ലിസാർഡാണ് തെറ്റായിട്ട് കൊടുത്തേക്കണത്. ആ ഗാർഡൻ ലിസാർഡിന് നേരെ കൊടുത്തേക്കുന്നത് ഹെമിഡാക്ടൈലസ് ആണ്. ഹെമിഡാക്ടൈലസ് എന്ന് പറഞ്ഞാൽ വോൾ ലിസാർഡാണ്.
അടുത്തത് വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് എ മാച്ചിങ് സെറ്റ് ഓഫ് എ ഫൈലം ആൻഡ് ഇറ്റ്സ് 3 എക്സാമ്പിൾ. അതൊന്ന് നോക്കി കണ്ടുപിടിച്ചേ, അതെങ്കിലും ഒന്ന് ചെയ്തേ. ഉറങ്ങി മടുത്താ. രണ്ടുപേരും എടുക്കൂലേ? ഒന്നും ഒരു തീരുമാനത്തിലേക്ക് എത്താനില്ല. കിട്ടിയോ? ഇവിടെ കണ്ടുപിടിച്ചോ? മൊളുസ്കിയാണ് ആൻസർ വരുന്നത്. ലോലിഗോ പിങ്ടാഡോ ഒക്ടോപ്പസ്. അടുത്ത പോർച്ചുഗീസ് മാൻ ഓഫ് വാർ ഏതാ? അത് തന്നെ, ഫൈസാലിയ. പോർച്ചുഗീസ് മാൻ ഓഫ് വാർ എന്നറിയപ്പെടുന്ന ഏതാന്ന് ഞാൻ ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അടുത്തത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കറക്റ്റ് അബൌട്ട് എ ലാർവൽ സ്റ്റേജ് ഇൻ പോറിഫറ. അത് ഇച്ചിരി വിഷമിക്കാൻ വഴിയില്ല. ഏതാന്ന് കിട്ടിയാ? ഓപ്ഷൻ ബി ആണ്, ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം ദി അഡൽട്ട്, മോർഫോളജിക്കലി ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം ദി അഡൽട്ട്. ശരിക്കും സ്പോഞ്ചസിൻ്റെ കാര്യം പറയുമ്പോൾ അവർക്ക് ലാർവൽ സ്റ്റേജ് അഡൽട്ട് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടോ? എന്നത് ഉണ്ടോ? ഇല്ല. അത് കാരണം കൊണ്ടാണ് അവയ്ക്ക് ലാർവൽ സ്റ്റേജ് ആയാലും അഡൽട്ട് സ്റ്റേജ്, അതായത് എപ്പോൾ കണ്ടാലും അവയെ എന്താണ്, കാഴ്ചയിൽ വേറെ യാതൊരു വ്യത്യാസങ്ങളും ഉണ്ടാവില്ല. നെക്സ്റ്റ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കറക്റ്റ്ലി മാച്ച്ഡ്. ഏതാന്ന് നോക്കിയേ. സീലൻഡ്രൈറ്റിയോ? നിങ്ങൾക്കിന്ന് ഉച്ച കഴിഞ്ഞാൽ അങ്ങനെ ടെക്സ്റ്റ് കിട്ടുമോ എല്ലാവർക്കും? എന്തോ ശരിയാ. നിങ്ങൾക്കോ? കിട്ടിയോ? ഇവിടെ ഓപ്ഷൻ എ ആണ്, റേഡിയൽ സിമെട്രി സീലൻഡ്രൈറ്റ്സ്. അപ്പോൾ കഴിഞ്ഞു, അതെനിക്ക് മനസ്സിലായി കഴിഞ്ഞത്. എന്തെങ്കിലും എവിടെയെങ്കിലും കിട്ടിയോ? പകുതി ഉറക്കത്തിൽ പോയി അല്ലേ? വായിച്ചാൽ കിട്ടുമോ പിള്ളേരെ? അത്രേ ആയിട്ടുണ്ടോ? അതിൽ കൂടുതലൊന്നും ഒരു ക്രാഷിൻ്റെ ക്ലാസ്സിലിരുന്നാൽ കിട്ടില്ല. കാരണം ഒരു 15 മണിക്കൂറിൻ്റെ അടുത്ത്
കൊണ്ടൊക്കെ എടുക്കേണ്ട ക്ലാസ്സാണ് ആനിമൽ കിങ്ഡം. 15 മണിക്കൂർ. 15 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഒരു എൻട്രൻസിൻ്റെ ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ 5 മണിക്കൂറാണ് ഒരു ക്ലാസ് വരുന്നത് നിങ്ങൾക്ക് റിപ്പീറ്ററായിട്ട് എടുക്കുമ്പോൾ. അതായത് ഒരു ഫുൾ ഡേ ക്ലാസ് വരും 9 തൊട്ട് 3:30 വരെ. ഇപ്പോൾ സുവോളജി ആണെങ്കിൽ എടുക്കുമ്പോൾ അങ്ങനത്തെ ഒരു 3 ക്ലാസ് വരുമ്പോൾ എടുക്കേണ്ട ചാപ്റ്ററാണ് നമ്മൾ ഈ ഇത്രയും നേരം കൊണ്ട് എടുക്കണം. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തോരം നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയാമല്ലോ. അത്രയും ശ്രദ്ധിച്ചിരുന്ന് അത്രയും താല്പര്യത്തോടു കൂടി ഇരുന്നാൽ മാത്രമാണ് ഇത് കിട്ടുള്ളൂ. പോട്ടെ, വായിച്ചാൽ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇനി അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ എപ്പോഴാണെന്ന് വെച്ചാൽ ചോദിച്ചാൽ എപ്പോഴാണെന്ന് വെച്ചാലും ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഇപ്പോൾ ഇനി ക്ലാസ്സിലിരുന്ന് കോമൺ ആയിട്ട് ചോദിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ 3:30 കഴിയുമ്പോൾ ഞാനിവിടെ ഉണ്ടാവും. അന്നേരം ആണെങ്കിലും എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി കേട്ടല്ലോ. ഒന്നൊന്ന് ടെക്സ്റ്റ് ഉള്ളവരൊന്ന് മറിച്ച് നോക്കിക്കേ. എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ കാര്യങ്ങൾ പിന്നെ അതിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം നിങ്ങൾ വായിച്ച് നോക്കാൻ കേട്ടോ. ഓക്കെ, ഇനി ഉച്ച കഴിഞ്ഞപ്പോൾ എന്തോ ആരൊക്കെ ഉറങ്ങും? ഉറങ്ങാത്തവരോടെ ഉറങ്ങുമോ? ആകെ 3-4 പേരെ ഉറങ്ങാതിരിക്കണോളായിട്ട് എനിക്ക് തോന്നിയിട്ടു. ഇപ്പം എല്ലാവരും നോക്കുക കേട്ടോ. ശരിയെന്ന്. രാവിലെ ഒന്നും ഇപ്പോൾ കണ്ടില്ലല്ലോ. ആ